ഗിരീഷ് മാഷ് കേറില്ലേ? സുജീഷ് മാഷെ, ഗിരീഷ് മാഷ് കേറില്ലേ ചോദിക്കാം. സുജീഷ് മാഷ് ഇല്ലേ? ബാലകൃഷ്ണൻ മാഷേ, ഓ എല്ലാവരും അങ്ങനെ വീടുകളിൽ എത്തണല്ലോ. ഗിരീഷ് മാഷ് കയറും, സുജീഷും. ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാല്ലേ? 7:10 തുടങ്ങാം. ഓക്കെ. ഹലോ, തുടങ്ങിയോ? ഇല്ല, പക്ഷെ അത് തുടങ്ങുന്ന ആള് വളരെ കുറച്ച് 7:10 തുടങ്ങാൻ വെച്ചിട്ട് 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, ശബ്ദം ഒന്നും കേട്ടില്ല. ഓക്കെ.
മാഷെ നമുക്ക് ആരംഭിക്കാം. തുടങ്ങാം. ആ രസാക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. രസാക്കളെ, നമുക്കറിയാം അധ്യാപക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ. പലപ്പോഴും ഈ മേഖലയിലുള്ള ആളുകൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലും നിയമപര കാര്യങ്ങളിലും ഉള്ള പരിജ്ഞാനം കുറവായിരിക്കാനാണ് കാരണം. കാരണം നമ്മൾ നിരന്തരം ഇടപെടുന്ന ഒരു കാര്യങ്ങളോ അല്ല അത്. എങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നെറ്റ് ശമ്പളം എത്ര എന്ന് മാത്രം അറിയുന്ന അധ്യാപകരുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത്. നമ്മുടെ അറിവില്ലായ്മ നമുക്ക് മാത്രമല്ല, വിദ്യാഭ്യാസ ഓഫീസുകളിൽ ഈ ഫയൽ കൈകാര്യം ആളുകൾക്കും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമ്മൾ അറിയാതെ പോയി പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ അതിന്റെ വ്യക്തമായി പറഞ്ഞു തരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് കുറയുന്നതും വിദ്യാഭ്യാസ ഓഫീസിലെ ആളുകൾക്കടക്കം പ്രയാസം ഉണ്ടാക്കും. എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടായിരിക്കുന്നത് വളരെ പ്രധാനമാണ്. അതിൽ ഇന്ന് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത് വളരെ പ്രഗത്ഭനായിട്ടുള്ള, നമുക്കറിയാം അറിവ് നേടുക മാത്രമല്ല നിരന്തരം അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്ന, കൃത്യമായി ഉത്തരവുകളെ കുറിച്ച് പഠിക്കുകയും നിരന്തരം അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ സാറ് നമുക്ക് കിട്ടി എന്നുള്ളത് വളരെ ഭാഗ്യമാണ്. സാറിനെ ആദ്യമായി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നിങ്ങളെല്ലാവരെയും, നമ്മുടെ ജില്ലാ നേതാവായിട്ടുള്ള ബാലകൃഷ്ണൻ മാഷ്, ബാക്കി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ബാലകൃഷ്ണൻ മാഷ് 2 വാക്ക് പറഞ്ഞതിന് ശേഷം നമുക്ക് ക്ലാസ് ആരംഭിക്കാം. മാഷെ. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഉണ്ണി സാറ്, പ്രിയപ്പെട്ട കമ്മിറ്റി അംഗങ്ങളെ, അധ്യാപക സുഹൃത്തുക്കളെ, ശരിക്ക് ഒരു വലിയ പ്രധാനപ്പെട്ട തീരുമാനമാണ് നമ്മുടെ കമ്മിറ്റി എടുത്തിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ മേഖലയിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രാഥമിക സ്റ്റെപ്പാണ് ഇപ്പം ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് പൂർണ്ണമാക്കാൻ കഴിയില്ല. അത്തരം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത്തരം സർവീസ് സംബന്ധമായ സഹായങ്ങൾ ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും. സർവീസ് കാര്യങ്ങൾ അറിയുക എന്നുള്ളത് കൃത്യമായിട്ട് അധ്യാപകരുടെ ഇടയിൽ വലിയൊരു സ്വാധീനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. നിരവധിയായ പ്രശ്നങ്ങൾ, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള എണ്ണിൽ തീരാത്ത പ്രശ്നങ്ങൾ ഉള്ളൊരു മേഖല കൂടിയാണ് നമ്മുടെ വിദ്യാഭ്യാസ ഈ അധ്യാപക മേഖല. അത് പ്രത്യേകിച്ച് എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ കാര്യത്തിലാകുമ്പോൾ കുറച്ചും കൂടെ പ്രയാസങ്ങൾ, അതിൽ പല കോംപ്ലിക്കേഷനുകളും വരുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം വേണ്ട ബാലപാഠങ്ങൾ ഒരുപക്ഷെ ഇന്ന് അത്രയ്ക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. അത് തീർച്ചയായിട്ടും അതിപ്പോൾ IT രംഗത്താണ് ഉൾപ്പെടെ നമ്മുടെ ഉണ്ണി സാറിന്റെ വലിയൊരു കയ്യൊപ്പ് ഒക്കെ എനിക്കൊക്കെ നേരിട്ട് അനുഭവമുള്ള കാര്യമാണ്. അപ്പൊ അത്തരത്തിൽ നമുക്ക് വലിയ രീതിയിലൊരു സഹായം സാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ശ്രോതാക്കളാവാതെ നേരത്തെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. കൃത്യമായി കാര്യങ്ങൾ പോയിന്റ് കുറിച്ചെടുത്ത് അത് സൂക്ഷിച്ച് വെക്കുന്ന ഒരു രേഖയായിട്ട് തന്നെ മാറണം. അതാണ് നമുക്ക് ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. മാത്രമല്ല, ഇപ്പൊ ഉണ്ണി സാർ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനൊരു ഇത് അവസാനിക്കില്ല. അപ്പൊ നമുക്ക് ഇന്ററാക്ഷൻ വരുമ്പോഴാണ് സാറിനും കൂടെ ഒരു വലിയ താല്പര്യം കൂടി ഉണ്ടാവുക. ഏത് മേഖലയാണ് അങ്ങനെ കുറച്ചുകൂടി ഊന്നി പറയേണ്ടത്. അപ്പൊ സത്യത്തിലൊരു ഇന്ററാക്ഷൻ ക്ലാസ് പോലെ ആയി തീരേണ്ടതുണ്ട്. അതുകൊണ്ട് ആരും ഇതില് സംശയം ചോദിക്കാൻ ഒരു മടിയും കാണിക്കേണ്ടതില്ല. ധൈര്യമായിട്ട് ചോദിക്കാൻ സാർ എന്തായാലും ഒക്കെ നമുക്ക് കൃത്യമായി മറുപടി തരും. നമുക്ക് പരമാവധി സമയം അതിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സംസാരം ഒട്ടും നമ്മൾ സമയം കളയുന്നത് ശരിയില്ല. അതുകൊണ്ട് എന്തായാലും തുടക്കം നിലയ്ക്ക് എല്ലാ അധ്യാപകർക്കും ഇതിന്റെ പരിപൂർണ ഗുണം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട സുധീർ മാഷിൻ്റെ ഞങ്ങൾ പണ്ട് ഒരുമിച്ച് ഒറ്റപ്പാലം DO ഓഫീസിൽ ജോലി ചെയ്തിരുന്ന കാലം മുതൽ സുഹൃത്തുക്കളാണ്. അതുപോലെ നമ്മളെ ഫലമാഷ്, മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മിക്കവാറും നിങ്ങളെല്ലാം ഒറ്റപ്പാലം ഏരിയ അല്ലെങ്കിൽ ഒറ്റപ്പാലം ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടവരായതുകൊണ്ട് മിക്കവാറും ആളുകളെയൊക്കെ അറിയുന്നത് തന്നെയാണ്. ഞാൻ 4ാമത്തെ ടേമിലാണ് ഇപ്പോൾ ഒറ്റപ്പാലത്ത് വീണ്ടും ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ മിക്കവാറൊക്കെ ആളുകളെ കണ്ടിട്ടുണ്ടായിരിക്കും. ഒറ്റപ്പാലം AEOയിൽ ജോലി ചെയ്തിട്ടില്ല, പക്ഷേ DOയിൽ പലതവണ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സുധീർ മാഷ് ഇങ്ങനെ ഒരു കാര്യം, അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒരു പരിശീലനം, ഇത് പല രീതിയിൽ പറഞ്ഞ് അങ്ങനെ തുടങ്ങിയൊരു കാര്യമാണ്. ഏതായാലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു, ഇപ്പോൾ സമന്വയവുമായി ബന്ധപ്പെട്ട് സർക്കാർ
ഈയിടെ 2025 ഫെബ്രുവരി മാസത്തോടു കൂടി സമന്വയയുടെ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ എന്നെയും നമ്മളെ ഡി ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്ന മോമാൽ സാറേയും നിയോഗിക്കുകയും അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ സമന്വയയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം സഞ്ചരിക്കുകയും പല ജില്ലകളിലും കഴിഞ്ഞ ആഴ്ച SLC പരീക്ഷ ഒരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച മൊത്തം ക്ലാസ്സുകളായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ സുധീർ മാഷ് ആവശ്യപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കഴിഞ്ഞ ആഴ്ച കഴിയില്ല, നമുക്ക് ഈ ആഴ്ച നോക്കാം എന്നുള്ള തരത്തിൽ പറയുകയും ഏതായാലും ഇതിനൊരു അവസരം കിട്ടിയതൊരു ഭാഗ്യമായിട്ട് കാണുന്നു. സുധീർ മാഷ് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും ഞങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ക്ലാസ്സുകളൊക്കെ എയ്ഡഡ് സ്കൂളുകളിലെ സമന്വയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, സമന്വയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നിയമനാംഗീകാരവും തസ്തിക നിർണയവും അതുപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ്ങുകളാണ് നടന്നിരുന്നെങ്കിൽ പോലും മുൻപ് ഇതുപോലെയുള്ള ചില സർവീസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ ക്ലാസ്സുകൾ എടുത്തിരുന്നത് കൊണ്ട് അതിൻ്റെ എല്ലാം കൂടി ഒരു ഏകദേശ രൂപത്തിലാക്കിയിട്ടാണ് ഇപ്പം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. കാരണം നമുക്കറിയാം, അധ്യാപകരെ സംബന്ധിച്ചോളം അതിൻ്റെ മുഴുവൻ കാര്യങ്ങളൊന്നും ഇപ്പോൾ എല്ലാവർക്കും അറിഞ്ഞു കൊള്ളണമെന്നില്ല. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും നേരത്തെ ബാലമാഷ് സൂചിപ്പിച്ച പോലെ നമ്മളുടെ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത് തന്നെ പ്രധാനമായിട്ടും ഇന്ന് ഫോക്കസ് ചെയ്യുന്ന ഒരു സാധനം എയ്ഡഡ് സ്കൂളുകളിലെ നിയമനാംഗീകാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അത് ഒരുപാട് അതിൽ കുറേ കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വരുത്താത്ത കുറേ കാര്യങ്ങളുണ്ട്, കുറേ കാര്യങ്ങൾ വ്യക്തതയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങളാണ്. അതിനിടയ്ക്കിടയ്ക്ക് പുതിയ അപ്ഡേഷനുകൾ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഭിന്നശേഷി സംവരണം, അതുപോലെ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ അതിലേക്ക് കയറി വരികയാണ്. അപ്പം ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു നിയമനാംഗീകാരവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതുപോലെ ഒരു പ്രൊബേഷൻ ഡിക്ലറേഷനുമായി ഒരു നിയമനം അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിഷയം പ്രൊബേഷൻ ഡിക്ലറേഷൻ, അതുപോലെ പിന്നീട് ലീവുകളുടെ കാര്യമാണ്. അപ്പം നമുക്ക് എല്ലാം കൂടി സമയം ഉണ്ടാവില്ല, എങ്കിലും കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു ആദ്യഘട്ടം പറയാം. അതിനുശേഷം നമുക്ക് ഒരു അവസാന ഘട്ടത്തിൽ കുറച്ച് സമയം നമുക്ക് എല്ലാവരും പോയിന്റുകളൊക്കെ ഒന്ന് കുറിച്ച് വയ്ക്കുകയോ അവസാന ഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സംശയങ്ങൾ തീർക്കാം. സംശയങ്ങളുടെ കാര്യത്തിൽ ആദ്യം തന്നെ പറയാം, വ്യക്തിപരമായിട്ടുള്ള സംശയങ്ങളെക്കാൾ ഉപരിയായിട്ട് പൊതുവായിട്ടുള്ള കാര്യങ്ങളിലാണ് സംശയങ്ങൾ വേണ്ടത്. കാരണം ഇപ്പോൾ ചിലപ്പോൾ ഒരാളുടെ നിയമനം എന്തുകൊണ്ട് അംഗീകരിച്ചില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് മുഴുവൻ പറയാൻ കഴിയില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് എന്താണ് അതിൻ്റെ നിലവിലെ ഒരു കാര്യത്തിലെ സ്ഥിതി എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു സ്ലൈഡ് തൽക്കാലം പെട്ടെന്ന് തയ്യാറാക്കിയതാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തിരക്കായിരുന്നു, എങ്കിലും ഒരു താൽക്കാലിക സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനത് ഷെയർ ചെയ്യാം. കാണാമോ സുധീർ മാഷെ? കാണുന്നില്ലേ? സ്ലൈഡ് കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചില ചട്ടങ്ങളുടെ, അതായത് പലപ്പോഴും നമ്മൾ അധ്യാപകരുടെ ഭാഗത്തു നിന്ന്, നേരത്തെ സുധീർ മാഷ് പറഞ്ഞ പോലെ തന്നെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് അവർ മറ്റൊരു മേഖലയിൽ, അതായത് അധ്യാപനം എന്നുള്ളൊരു മേഖലയിലാണ് മാസ്റ്റേഴ്സ്. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ സർവീസ് കാര്യങ്ങളും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു, കേൾക്കുന്നു, മറ്റേ മാഷ് പറഞ്ഞു, ഈ മാഷ് പറഞ്ഞു എന്നല്ലാതെ ചിലൊരു വ്യക്തത വരാറില്ല. അതിന് ഞാൻ ഒരിക്കലും കുറ്റം പറയാറില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, മിക്കവാറും അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് സർവീസ് മാറ്റേഴ്സ് അല്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിൽ വ്യക്തമായ ഒരു പരിചയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ഈ നിയമനാംഗീകാരം എന്ന് പറയുമ്പോൾ എയ്ഡഡ് സ്കൂളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് KE ആക്ട് ഉണ്ട്, കേരള എഡ്യൂക്കേഷൻ റൂൾസ് ഉണ്ട്. ആദ്യം വരുന്നത് ആക്റ്റാണ്. ആക്ടിന് ശേഷമാണ് സർക്കാർ അതിനനുസരിച്ചിട്ടുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കുന്നത്, അതാണ് റൂൾസ്. ഇപ്പോൾ KE ആക്ടിൽ പ്രകാരം തന്നെ മാനേജറാണ് ഒരു എയ്ഡഡ് സ്കൂളിലെ നിയമനാംഗീകാരി. എപ്പോഴും സംഘടനയിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഓഫീസുകളിൽ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിയമനാംഗീകാരം എന്തായി
എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പം നമുക്കറിയാം 2019 മുതൽ നമ്മളെ സർക്കാർ ഈ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനാംഗീകാരവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്നിരുന്നത് മാനുവൽ ആയിട്ടുള്ള ഫയൽ നീക്കമാണ്. അതെല്ലാവർക്കും അറിയാം. ഫയലുകൾ മാനേജർ ഒരു നിയമനാംഗീകാര പ്രപ്പോസൽ എഴുതിയോ പ്രിന്റ് എടുത്തോ തയ്യാറാക്കി അതാണ് ഓഫീസുകളിൽ സബ്മിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അത് എല്ലാം ആ രീതിയായിരുന്നു. അപ്പോൾ 2019 നമ്മൾ ഗവൺമെന്റ് തീരുമാനിച്ചു ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ചെയ്യണം എന്നുള്ളൊരു തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 2019-20 മുതലാണ് സമന്വയ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ രൂപം കൊള്ളുന്നത്. അന്ന് മുതൽ എന്ന് പറഞ്ഞാൽ അതിന് മുൻപ് തന്നെ, അത് തുടക്കം വരുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആദ്യം പറയാണ്. അപ്പം അതിൽ നമ്മൾ അധ്യാപകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മാനേജർ മാനുവലായിട്ട് ഇതുവരെ ചെയ്തിരുന്ന ഒരു പ്രൊസീജിയർ, ആ പ്രൊസീജിയർ സമന്വയ വഴിയാണ് ഇപ്പോൾ ചെയ്യുന്നത് 2019-20 മുതൽ. അങ്ങനെ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് അവരൊരു പ്രൊപ്പോസൽ അവിടെ തയ്യാറാക്കുന്നു. ആ പ്രൊപ്പോസൽ തയ്യാറാക്കി അത് അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്ത് എല്ലാം റെഡിയാക്കി, കുറേ കോളംസ് ഒക്കെ ഫില്ല് ചെയ്യാനുണ്ട്. അതെല്ലാം ഫില്ല് ചെയ്ത് അവർ ആ പ്രൊപ്പോസൽ സബ്മിറ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് മാനേജർമാർക്ക് എല്ലാവർക്കും ഒരു അപ്ലിക്കേഷൻ ID എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് ജനറേറ്റ് ആവുന്ന ഒരു ID കിട്ടുന്നു. അപ്പോൾ ഈ ID എന്ന് പറയുന്നത് ഓരോ യുണീക്കാണ്, അതായത് ഓരോ ആപ്ലിക്കേഷനും ഓരോ ID ആണ്. അപ്പോൾ ആ ID കിട്ടിക്കഴിഞ്ഞ് ആ പ്രസ്തുത ആപ്ലിക്കേഷൻ ഏത് AE ഓഫീസിലേക്കാണോ ഏത് DE ഓഫീസിലേക്കാണോ പോവേണ്ടതെന്ന് ഓട്ടോമാറ്റിക് സമന്വയയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഒറ്റപ്പാലത്തെ ഒരു മാനേജറാണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഒറ്റപ്പാലം AE ഓഫീസിലേക്ക് വരും. അവിടെ ഫസ്റ്റ് വരുന്നത് AEOയുടെയോ അല്ലെങ്കിൽ സൂപ്രണ്ടിൻ്റെയോ ലോഗിനുകളിലാണ്. അവരത് സെക്ഷനിലേക്ക് വിടുമ്പോഴാണ് അതിനൊരു ഫയൽ നമ്പർ കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു അപേക്ഷയിൽ 2 കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഒന്നെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ID ആണ് ഫസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അത് സെക്ഷനിലേക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ അതിനൊരു ആപ്ലിക്കേഷൻ ID എന്നുള്ളതിന് മാറി ആപ്ലിക്കേഷൻ ID അവിടെ ഉണ്ടായിരിക്കും, ഫയൽ നമ്പർ കൂടി ജനറേറ്റ് ചെയ്യും. സെക്ഷനിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ഫയൽ നമ്പർ കിട്ടുന്നത്. നമുക്കും അറിയാം ഓരോ സെക്ഷനുകളിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ സെക്ഷനുകൾക്കും പ്രത്യേക പേരുകളുണ്ട്. ആ പേരുകളിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഫയൽ നമ്പറിൽ ആ സെക്ഷൻ്റെ പേര് കൂടി ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അധ്യാപകരാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ സമന്വയ സോഫ്റ്റ്വെയർ തുടങ്ങുമ്പോൾ ആദ്യം കൊണ്ടുവന്ന ഒരു കാര്യം തന്നെ, ഒരു മാനേജർ ഒരു അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ മാനേജർക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻ IDയോ അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ കിട്ടുന്ന ഫയൽ നമ്പറോ മാത്രം ഈ അധ്യാപകൻ അറിഞ്ഞു വെച്ചാൽ മതി. മാനേജറോട് ചോദിക്കുക, ആ ഫയൽ നമ്പർ കിട്ടിയോ അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ ID ഒന്ന് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമന്വയയുടെ ഹോം പേജിൽ, സമന്വയ എന്നുള്ളത് നമ്മളെ വെറുതെ ഗൂഗിളിൽ അടിച്ചാൽ തന്നെ സമന്വയ കിട്ടും. ആ സമന്വയയുടെ ഹോം പേജിൽ ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, സെർച്ച് ഫയൽ എന്ന് പറഞ്ഞിട്ട് മുകളിൽ ഒരു ഭാഗം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സെർച്ച് ഫയൽ എന്ന് പറയുന്ന ഭാഗത്ത് ഫയൽ കാറ്റഗറി എന്നുള്ളിടത്ത് അപ്പോയിൻമെന്റ് അപ്രൂവൽ എന്ന് സെലക്ട് ചെയ്ത് താഴെ ആ നിങ്ങൾക്ക് കിട്ടിയ ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ ഫയൽ നമ്പറോ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം. അതായത് എന്താണ് നോട്ട് എഴുതിയതൊന്നും കാണില്ല, പകരം അത് ആരുടെ അടുത്താണ്, ഇപ്പോഴെന്താണ് അതിൻ്റെ സ്ഥിതി, അതായത് അപ്രൂവൽ ആയോ റിജക്റ്റഡ് ആയോ അല്ലെങ്കിൽ അത് ഇപ്പോൾ പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ നോക്കിയാൽ കാണാം. അപ്പം അതിനുവേണ്ടി നമ്മൾ ഓഫീസുകളിൽ വന്ന് ചോദിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ മാനേജറോട് ചോദിക്കേണ്ട കാര്യമോ ഇല്ല എന്ന് പറയാനാണ് ഞാൻ ആദ്യം ഒരു കാര്യം പ്രധാനമായിട്ടും പോയിന്റ് ചെയ്യുന്നത്. അതിനെ തുടർന്ന് അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അധ്യാപക നിയമനങ്ങളുടെ കാര്യങ്ങളെല്ലാം നിലവിലുള്ള നമ്മൾ ചെയ്യുന്ന ഈ മാനുവൽ ആണെങ്കിലും സമന്വയ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും പ്രതിപാദിക്കുന്നത് KER അധ്യായം 14A KER എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ പറയാറ് ഞങ്ങളുടെ ബൈബിൾ എന്നാണ് KERനെ പറയുക. അപ്പോൾ ആ KERലെ അധ്യായം 14A നമ്മളുടെ നിയമനാംഗീകാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. വലിയൊരു ചാപ്റ്ററാണ് 14A. നിയമനാംഗീകാരങ്ങൾ മാത്രമല്ല, അതിനെ തുടർന്ന് അധ്യാപകന്റെ പണിഷ്മെന്റും അദ്ദേഹത്തിന്റെ പെൻഷൻ, ലീവ്, ഇൻക്രിമെന്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രധാനമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നിയമനാംഗീകാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് അത് പറയുന്നത് KER 14A. ഇനി ഇവിടെ ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല, ഞാൻ ചെറുതാക്കി പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ ചിലത് പറയുകയാണ്. അതായത് ഇൻഡിവിജ്വൽ മാനേജ്മെന്റ് എന്നും കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്നും പറയുന്ന 2 തരം മാനേജ്മെന്റുകളുണ്ട്.
ഇൻഡിവിജ്വൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് ആ സ്കൂളിന്റെ ഉടമസ്ഥനെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഇൻഡിവിജ്വൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഓഫീസിലുള്ളവരും അധ്യാപകരും ഒക്കെ പലപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സ്കൂളുകൾ ഉണ്ടെങ്കിലാണ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്ന് പറയാറുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ KERലെ ഡെഫിനിഷൻ അങ്ങനെയല്ല. ഒന്നിലധികം പേർ ചേർന്ന് നടത്തുന്ന ഒരു സ്ഥാപനത്തെയാണ്, ഒരു മാനേജ്മെന്റിനെയാണ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്ന് KERൽ വിവക്ഷിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് അവിടെ KERലെ ഡെഫിനിഷൻ ചാപ്റ്റർ 3 അത് പറയുന്നത്. The right to conduct the school is vested in an individual in his own right or as the legal representative of a joint family. The educational agency shall be termed individual education agency, and in all other cases the educational agency shall be termed corporate education agency. അപ്പോൾ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ മദ്രസ കമ്മിറ്റിയോ അല്ലെങ്കിൽ പിന്നെ പള്ളി കമ്മിറ്റിയോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒന്നിലധികം ആൾക്കാർ ചേർന്ന് നടത്തുന്ന ട്രസ്റ്റുകളോ അതുപോലെ നമ്മളുടെ സംഘടനകൾ NSS, SN ട്രസ്റ്റ്, MES, അതുപോലെ അതിരൂപതകളുടെ പള്ളിയുമായി ബന്ധപ്പെട്ട അതിരൂപതകളുടെ എല്ലാം കോർപ്പറേറ്റ് മാനേജ്മെന്റ്. എന്തിനാണ് ഇത് മനസ്സിലാക്കുന്നതെങ്കിൽ ഇതിലെല്ലാം നിയമനങ്ങൾക്കും അതുപോലെ തുടർന്നുള്ള കാര്യങ്ങൾക്കെല്ലാം വ്യത്യാസങ്ങളുണ്ട്. ഒരു ഇൻഡിവിജ്വൽ മാനേജ്മെന്റിലും ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റിലുമുള്ള കാര്യങ്ങൾക്കെല്ലാം വ്യത്യാസമുണ്ട്. അതുപോലെ മറ്റ് ചില വ്യത്യാസങ്ങളുള്ള മാനേജ്മെന്റുകളാണ് മൈനോറിറ്റി മാനേജ്മെന്റ്. അപ്പോൾ നമുക്കറിയാം മൈനോറിറ്റി മാനേജ്മെന്റുകൾ നമ്മളുടെ മേഖലയിൽ വളരെ കുറവാണ്. എങ്കിലും മൈനോറിറ്റി മാനേജ്മെന്റുകൾക്ക് ചില പ്രത്യേക റൈറ്റുകളുണ്ട്. അത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 30 പ്രകാരം അവർക്ക് പ്രത്യേക ചില KERനേക്കാൾ ഉയർന്ന ചില KERൽ പറയുന്ന ചില റൂളുകളൊന്നും അവർക്ക് ബാധകമല്ല. KERൽ മാത്രമല്ല, നമ്മളുടെ ഈ പല ആക്ടുകളിലും വരുന്ന റൂളുകൾ അവർക്ക് ബാധകമല്ല. അപ്പൊ അത്തരത്തിലുള്ള കേസുകളുണ്ട്. അതുപോലെ മറ്റൊരു ചില പ്രത്യേകതയുള്ള സ്കൂളുകളാണ് ഈ ന്യൂലി ഓപ്പൺഡ് ഓർ ന്യൂലി അപ്ഗ്രേഡഡ് എന്ന് പറയുന്ന, നമ്മൾ ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കാം അത്തരം ചില സ്കൂളുകൾ. അതായത് 22/5/79 ശേഷം തുടങ്ങിയ സ്കൂളുകളെയാണ് നമ്മൾ ന്യൂലി ഓപ്പൺഡ് ഓർ ന്യൂലി അപ്ഗ്രേഡഡ് എന്ന് പറയുന്ന സ്കൂളുകൾ. 29/1/2016 ശേഷം തുടങ്ങിയിട്ടുള്ള സ്കൂളുകളും ഉണ്ട്. പക്ഷെ അതിന് കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. അത്തരം സ്കൂളുകൾ നമ്മളുടെ ഈ പാലക്കാട് ജില്ലയിലൊന്നും ഇല്ല. പാലക്കാട് ജില്ലയിൽ മാത്രമല്ല, സമീപ ജില്ലകൾ കൂടി ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് നമുക്ക് അധികം പോകാനില്ല. അത്തരം സ്കൂളുകൾ നമ്മുടെ സമീപത്തില്ല. പിന്നെ ഒന്ന് നമ്മളടുത്ത് വരുന്ന മറ്റൊരു വിഭാഗം സ്കൂളുകളാണ് മതിയായ എണ്ണം കുട്ടികളില്ലാത്ത സ്കൂളുകൾ. നമ്മൾ പണ്ട് അൺഎക്കണോമിക് എന്ന് പറയുന്ന ഒരു വാക്ക് പറഞ്ഞിരുന്നു. പക്ഷെ 2018 ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. മതിയായ എണ്ണം കുട്ടികളില്ലാത്ത സ്കൂളുകൾ എന്ന് പറയുന്ന വിഭാഗം. അപ്പൊ ഇതൊക്കെ വ്യത്യസ്ത വിഭാഗങ്ങളാണ് എന്ന് പറഞ്ഞു വരുന്നതിന് കാരണം ഇതിലെല്ലാം നിയമനങ്ങളും വ്യത്യസ്തമാണ്. നിയമനങ്ങളെല്ലാം ഒരുപോലെയാണെങ്കിൽ പോലും ഇതിന്റെ രീതികളെല്ലാം വ്യത്യസ്തമാണ്. ഇനി എന്താണ്, എവിടെയാണ് ഈ അപ്പോയിന്റ്മെന്റിന്റെ കാര്യങ്ങൾ പറയുന്നത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് KERൽ ഞാൻ നേരത്തെ പറഞ്ഞു 14A ചട്ടം 8 എങ്ങനെയാണ് നിയമനാംഗീകാര പ്രപ്പോസൽ AEO ഓഫീസിൽ അല്ലെങ്കിൽ DO ഓഫീസിൽ സമർപ്പിക്കേണ്ടത് മാനേജർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളിലേക്ക് മാത്രമാണ് വരുന്നത്. അപ്പോയിന്റ്മെന്റ് ഓർഡർ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോയിന്റ്മെന്റ് ഓർഡറാണ് മാനേജർ ഒപ്പിടണം. അതുപോലെ നമ്മൾ അധ്യാപകരും ഒപ്പിട്ടിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡറാണ് ഓഫീസുകളിൽ സമർപ്പിക്കേണ്ടത്. അവിടെ പറയുന്നു, ഫോർ അപ്രൂവൽ ടുഗദർ വിത്ത് സച്ച് ഡീറ്റെയിൽസ്, പർട്ടിക്കുലേഴ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ആസ് മേ ബി റിക്വയർഡ് ബൈ ദ ഡയറക്ടർ. ഡയറക്ടർ ആവശ്യപ്പെടുന്ന മറ്റു ചില രേഖകളും അതിനോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. അതായത് KERൽ കൃത്യമായിട്ട് പറയുന്ന 1-2 ഡോക്യുമെന്റ്സേ ഉള്ളൂ. മറ്റുള്ളതെല്ലാം ഡയറക്ടറാണ് പ്രത്യേക സർക്കുലറിലൂടെ ഇന്ന രേഖകൾ കൂടി വേണം എന്ന് അതാത് കാലഘട്ടങ്ങളിൽ ഡയറക്ടർമാർ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ എന്ന് ഇപ്പം അറിയപ്പെടുന്ന പഴയ DPI, ഇപ്പൊ ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ആണ് 2019 മുതൽ. അപ്പൊ ഈ DG ആണ് ഇതിന്റെ അധികാരി. എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്ന് പറയുന്നതിനുള്ള അധികാരി DG ആണ്. അപ്പൊ അതെങ്ങനെയായിരിക്കണം? 15 ദിവസത്തിനകമാണ് ഈ നിയമനാംഗീകാര പ്രപ്പോസൽ ഓഫീസുകളിൽ കൊടുക്കേണ്ടത്. പലപ്പോഴും പല സംശയങ്ങൾക്കൊക്കെ ഉള്ള പല പ്രതിവിധികളാണ് പറയുന്നത്. 15 ദിവസം ഒരാള് ജോയിൻ ചെയ്ത് 15 ദിവസത്തിനകമാണ്. ആ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് വരാം. 15 ദിവസത്തിനുള്ളിലാണ് മാനേജർ സമന്വയ വഴിയാണെങ്കിലും ഈ മാനുവൽ ഫണ്ട് രീതിയിലാണെങ്കിലും അത് ഓഫീസിൽ കൊടുക്കേണ്ടത്. അവിടെ ഒരു കാര്യം പറയുന്നത്, നമ്മൾ ഓഫീസുകളിലും അത്ര കാര്യമായിട്ട് ഗവനിക്കാറില്ല. അധ്യാപകരുടെ ഇടയിലും മാനേജർമാരും ഒന്നും കാര്യമായിട്ട് ഗവനിക്കാത്ത ഒരു റൂള് തന്നെ പറയുന്നുണ്ട്.
If the appointment order and other required particulars are not forwarded in the manner prescribed by the director within the time specified in Rule 1, it shall be deemed that no such appointment has taken effect. നമ്മൾ ഓഫീസുകളിലൊക്കെ കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഡോക്യുമെന്റുകൾ, അതായത് അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ സമർപ്പിക്കാറില്ല മാനേജർമാർ. അപ്പോൾ കൃത്യമായിട്ട് KER-ൽ പറയുന്നത് അങ്ങനെ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു നിയമനം തന്നെ നടന്നിട്ടില്ല എന്നാണ് കണക്കാക്കേണ്ടത് എന്നാണ് KER-ലെ റൂള്. പക്ഷെ നമ്മൾ അതിന് രേഖകളൊക്കെ വീണ്ടും ചോദിച്ച് വാങ്ങുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത്. അപ്പം നമ്മൾ മുഴുവൻ കാര്യങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയി പോകുന്നില്ല. പ്രത്യേകിച്ചും ഈ അത്യാവശ്യം നമ്മളൊരു അപ്പോയിന്റ്മെന്റ് പ്രപ്പോസൽ കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് വേണ്ടത്. അപ്പൊ അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യത്തെ ഒന്നെന്ന് പറയുന്നത് നിയമന ഉത്തരവാണ്. ഈ നിയമന ഉത്തരവിൽ നമ്മൾ പ്രധാനമായിട്ട് ഇതെല്ലാം മാനേജറാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മാനേജർ ചെയ്യുകയാണെങ്കിലും പലപ്പോഴും മാനേജർമാർക്ക് വേണ്ടി നമ്മൾ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പം നിയമന ഉത്തരവ് എന്ന് പറയുന്ന കാര്യം KER-ലെ ഒരു ഫോം 27 എന്ന് പറയുന്ന കൃത്യമായി KER-ൽ തന്നെ ഫോർമാറ്റുള്ള ഒരു ഫോമാണ് നിയമന ഉത്തരവ്. അപ്പൊ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ രേഖകളിലും നിയമനാംഗീകാരവുമായി ബന്ധപ്പെട്ട് ഓഫീസുകളിൽ സമർപ്പിക്കുന്ന എല്ലാ രേഖകളിലും ഒരേ വിലാസം തന്നെ ആയിരിക്കണം. പലപ്പോഴും വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പലപ്പോഴും അപ്പോയിന്റ്മെന്റ് ഓർഡറിൽ ഒരു അഡ്രസ്സ് ആയിരിക്കും, കോൺട്രാക്ട് സർട്ടിഫിക്കറ്റിൽ മറ്റൊരു അഡ്രസ്സ് ആയിരിക്കും, ഡിക്ലറേഷനിൽ മറ്റൊരു അഡ്രസ്സ് ആയിരിക്കും. അപ്പൊ എല്ലാറ്റിലും ഒരേ അഡ്രസ്സാണ് വേണ്ടത്. അതുപോലെ തന്നെ കൃത്യമായി ഒഴിവിന്റെ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൽ വ്യക്തമാക്കിയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നിയമനാർത്ഥി അവകാശിയാണെങ്കിൽ, അതായത് KER പ്രകാരം നമുക്ക് കുറച്ച് അവകാശങ്ങൾ പറയുന്നുണ്ട്. അവകാശങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചുരുക്കത്തിൽ നമ്മളിങ്ങനെ 51A, 51B, 43 എന്നൊക്കെ പറയുന്ന ചില അവകാശങ്ങൾ, അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് വരാം. അങ്ങനെ അവകാശിയാണെങ്കിൽ ആ അവകാശിയാണ് അല്ലെങ്കിൽ ഇന്ന അവകാശിയാണ് എന്ന് കൂടി അതിലൊന്ന് ഉൾപ്പെടുത്തണം. അതേപോലെ പിന്നെ ചില കേസുകളിൽ ഇത് വേണ്ട. ഉദാഹരണത്തിന് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ ആ തസ്തിക ഫുൾ ടൈം ആയാൽ, ഫുൾ ടൈം ബെനിഫിറ്റ് അല്ല, തസ്തിക ഫുൾ ടൈം ആയാൽ അവിടെ പുതിയ നിയമന ഉത്തരവ് നൽകുക. അതായത് ഫുൾ ടൈം ബെനിഫിറ്റ് ഉള്ള അധ്യാപകനെ ഫുൾ ടൈം പോസ്റ്റിലേക്ക് മാറ്റുന്നതിന് മാനേജർ സമന്വയം മുഖേന അല്ലാതെ ഉത്തരവ് പുറപ്പെടുക. അതിന് സമന്വയമൊന്നും വേണ്ട, വെറുതെ ഒരു ഉത്തരവ് കൊടുത്താൽ മതി. മറ്റൊരു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്റ്റാഫ്. ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ആരാണ് പോയത്, ആരാണ് വരുന്നത്. റിട്ടയർ ചെയ്തതാണെങ്കിൽ റിട്ടയർ ചെയ്തയാൾ പോകുന്നു എന്നും പുതിയ ആൾ വരുന്നു എന്നുള്ള രൂപത്തിലുള്ള ഒരു ഫോർമാറ്റാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്റ്റാഫ്. അത് വ്യക്തമാക്കണം. അതുപോലെ ജോയിനിങ് റിപ്പോർട്ട് എന്ന് പറയുന്നത് പ്രധാനാധ്യാപകനാണ് ജോയിനിങ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്, മാനേജർ അല്ല. ഇന്ന ദിവസം ഇന്ന FN അല്ലെങ്കിൽ AN-ൽ സാധാരണ ചേരാറില്ല, FN-ൽ ജോയിൻ ചെയ്തു എന്നുള്ള രീതിയിൽ HM എഴുതുന്നതിനെയാണ് ജോയിനിങ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ മാനേജറുടെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്. അവിടെ നേരത്തെ പറഞ്ഞു, കോർപ്പറേറ്റ് മാനേജർ ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഡിക്ലറേഷൻ അധികമുണ്ട്. GOP 258/1990 എന്ന് പറയുന്ന ഒരു പ്രത്യേക ഡിക്ലറേഷൻ അധികമായിട്ട് വേണം. നേരത്തെ ഇൻഡിവിജ്വൽ മാനേജർ ആണെങ്കിൽ അത് ബാധകമല്ല. അതുപോലെ ഇത്രയും അവകാശികൾ ആരുമില്ല. അതായത് നമ്മളൊരു പുതിയ ആളെ വെക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ അവകാശികൾ ആരും ഇല്ല എന്ന് മാനേജർ സാക്ഷ്യപ്പെടുത്തണം. അത്തരം അവകാശികൾ ഉണ്ടെങ്കിൽ അവർക്ക് നിയമനത്തിന് പ്രത്യേക ഒരു പ്രിവിലേജ് ഉണ്ട്. അത് പലപ്പോഴും ഫോംസ് ഒക്കെ വാങ്ങുന്ന സമയത്ത് അതിൽ അവർക്കും പ്രിന്റ് ചെയ്യുന്നവർക്കും അറിയാത്തത് കൊണ്ട് പലതരത്തിലുള്ള റൂളുകളൊക്കെ അതിൽ എഴുതാറുണ്ട്. നമ്മളെ റൂൾ എന്ന് പറയുന്നത് 43, 51A, 51B, 9A എന്നൊക്കെ പറയുന്നതാണ്. ഞാൻ അതിനെപ്പറ്റി എന്താണെന്നുള്ളത് താഴത്ത് കൃത്യമായിട്ട് പറയാം. പിന്നെ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് അധ്യാപകന്റെ ഡിക്ലറേഷൻ ആണ്. അധ്യാപകൻ ഒരു ഡിക്ലറേഷൻ വെക്കണം, ഞാൻ ഒരുവിധ ക്രിമിനൽ കേസിലും ഉൾപ്പെട്ടിട്ടില്ല, PSC എനിക്ക് വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്ന തരത്തിലൊരു ഡിക്ലറേഷൻ വെക്കണം. അതുപോലെ മറ്റൊരു ഡോക്യുമെന്റ് വേണ്ടത് സ്റ്റാഫ് ലിസ്റ്റ്, അതായത് നിയമന തീയതിയിലെ സ്റ്റാഫ് ലിസ്റ്റ്. അത് ഈ സ്റ്റാഫ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒഴിവ് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പലപ്പോഴും സ്കൂളുകളിൽ നിന്ന് HMs തയ്യാറാക്കുന്ന സ്റ്റാഫ് ലിസ്റ്റിൽ പലപ്പോഴും ഈ ഒഴിവ് ചിലപ്പോൾ കണ്ടെത്താൻ കഴിയില്ല. HM അത് കഴിഞ്ഞ താഴെ UPSTമാര്, LPSTമാര്, ഹൈസ്കൂൾ ആണെങ്കിൽ ഓരോ കാറ്റഗറി വൈസ് ആണ് ഇത് തയ്യാറാക്കേണ്ടത്. അപ്പോഴാണ് ഇന്ന കാറ്റഗറിയിൽ ഇത്ര പോസ്റ്റാണ് അനുവദിച്ചിരിക്കുന്നത്, ഇത്ര ആളെ ഉള്ളൂ എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാഫ് ലിസ്റ്റ് ആവശ്യപ്പെടുന്നത്. പിന്നെ സീനിയോറിറ്റി ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് സ്റ്റാഫ് ലിസ്റ്റ് അല്ല,
അത് KER കൃത്യമായിട്ട് ചാപ്റ്റർ ഈ 14A തന്നെ 34 മുതലുള്ള റൂളുകളിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് സീനിയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത്. പക്ഷെ സീനിയോറിറ്റി ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അത് HM നിയമനത്തിന് വേണ്ടി മാത്രമാണ് സീനിയോറിറ്റി ലിസ്റ്റ് വേണ്ടുള്ളൂ. മറ്റ് അധ്യാപക നിയമനങ്ങൾക്കൊന്നും സീനിയോറിറ്റി ലിസ്റ്റ് ആവശ്യമില്ല. സീനിയോറിറ്റി ലിസ്റ്റ് സമന്വയയിലൂടെ വരികയാണ്. നമ്മുടെ എയ്ഡഡ് സ്കൂൾ മേഖലയിലെ ഒരു വലിയ പ്രശ്നമായിരുന്നു സീനിയോറിറ്റി ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം. അത് സമന്വയയിൽ അതിൻ്റെ അപ്ഡേഷൻ ആയിട്ടുണ്ട്. മിക്കവാറും അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ മറ്റ് തുടർ നിർദ്ദേശങ്ങൾ കിട്ടുമായിരിക്കും. അധ്യാപകർക്ക് തന്നെ സമന്വയയിൽ കയറി അവരുടെ സീനിയോറിറ്റി പരിശോധിക്കുന്നതിനും അതിലുള്ള പരാതികൾ അറിയിക്കുന്നതിനൊക്കെയുള്ള സംവിധാനം സമന്വയയിൽ വന്നിട്ടുണ്ട്. അത് അതിൻ്റെ ഡയറക്ടറുടെ ഒരു സർക്കുലർ കൂടി വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമാവും. അപ്പോൾ സീനിയോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഇനി ഇതുപോലെ വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ അവിടെ കൃത്യമായിട്ട് പറയാം. എങ്കിലും പറയുകയാണ്, സീനിയോറിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്നൊക്കെ പലപ്പോഴും തർക്കങ്ങൾ വരാറുണ്ട്. സീനിയോറിറ്റി എന്ന് പറയുന്നത് കണക്കാക്കുന്നത് ലെങ്ത് ഓഫ് കണ്ടിന്യൂസ് സർവീസ് വെച്ചിട്ടാണ് സീനിയോറിറ്റി കണക്കാക്കേണ്ടത് എന്ന് KER തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് എങ്ങനെയായിരിക്കണം, ആ യൂണിറ്റിൽ ആ ഗ്രേഡിൽ അദ്ദേഹം സർവീസിൽ കയറിയ തീയതി മുതലാണ് സീനിയോറിറ്റി കണക്കാക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു UPST ആയിട്ട് കയറി പിന്നീട് HST ആയിട്ട് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ HSTമാരുടെ സീനിയോറിറ്റി ലിസ്റ്റിൽ വരുമ്പോൾ അദ്ദേഹം HST ആയിട്ട് കയറി അന്ന് മുതലാണ് അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി കണക്കാക്കുന്നത് എന്നുള്ള രീതിയിൽ കൃത്യമായി ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് കണ്ടിന്യൂസ് സർവീസ് എന്ന് പറയുന്ന നമ്മൾ പറയുന്ന ഒരു ഷോർട്ട് ടേം ഉണ്ട്. അതാണ് KER പറയുന്ന സീനിയോറിറ്റി എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്ന് പറയുന്ന റൂളിൽ പറയുന്നത്. അതിൽ തന്നെ പറയുന്നുണ്ട് അത്തരത്തിൽ ഒരേ ഡേറ്റിൽ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് കണ്ടിന്യൂസ് സർവീസ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് KER പറയുന്നുണ്ട്. ഒരേ ഡേറ്റിൽ സീനിയോറിറ്റി സെയിം ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് കണ്ടിന്യൂസ് സർവീസ് വന്നാൽ അവരുടെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് വെച്ച് ആ ടാലി ബ്രേക്ക് ചെയ്യും. അതായത് രണ്ടുപേരും ഒരേ ദിവസം HST ആയി, പക്ഷെ ഒരാള് അതിന് മുൻപേ ആ സ്കൂളിൽ UPST ആയിട്ട് സർവീസിൽ ഉണ്ടായിരുന്നുവെങ്കിൽ UPST ആയി സർവീസിൽ കയറിയ ആള് സീനിയർ ആവും, മറ്റേയാളെക്കാൾ സീനിയർ ആവും. അപ്രൂവ്ഡ് സർവീസ് ആയിരിക്കണം എല്ലാതും. അതുപോലെ തന്നെ ഇനി അതും സെയിം ആണെങ്കിൽ KER പറയുന്നു അപ്പോൾ ഏജ് നോക്കിയിട്ടാണ് സീനിയോറിറ്റി കണക്കാക്കുന്നത്. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന നമ്മുടെ ഏജ് എന്ന് പറയുന്ന അതിനുശേഷം ഇതും ടാലി ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് KER നിലവിൽ കണ്ടീഷൻ ഇല്ല. കോടതിയിൽ 1-2 കേസുകളൊക്കെ നിലവിൽ നിൽക്കുന്നുണ്ട്. സർക്കാർ സ്കൂളിലെ അധ്യാപകർക്കും ഇതേ രീതിയിൽ തന്നെയാണ് കണക്കാക്കുന്നത്, PSC അഡ്വൈസ് ഒക്കെ വെച്ച്. പക്ഷെ അത് KSSR പ്രകാരമാണ് കണക്കാക്കുന്നത്. അവിടെ പിന്നെയും കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഈ ഡേറ്റ് ഓഫ് ബർത്തും സെയിം ആണെങ്കിൽ പിന്നീട് പേരിന്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ടാണ് സീനിയോറിറ്റി നോക്കുന്നത്. അവതും സെയിം ആണെങ്കിൽ ജില്ലയുടെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ടാണ് സീനിയോറിറ്റി നോക്കുന്നത്. പക്ഷെ അത്തരം കണ്ടീഷൻസ് ഒന്നും KER ഇല്ല. KER ഈ ഡേറ്റ് ഓഫ് ബർത്തിലാണ് നിൽക്കുന്നത്. KSSRലെ നമ്മുടെ സർക്കാർ സ്കൂളിലെ അധ്യാപകർ കൂടി ഉണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്യാരക്ടർ ആൻഡ് ആന്റിസിഡന്റ് സർട്ടിഫിക്കറ്റ്. അതായത് ഈ ഉദ്യോഗാർത്ഥിയെ ഞാൻ വർഷങ്ങളായിട്ട് അറിയും, 5 വർഷമായിട്ട് അറിയും, അല്ലെങ്കിൽ 3 വർഷമായിട്ട് അറിയും എന്ന് പറയുന്ന ഗസറ്റഡ് ഓഫീസറുടെ ഒരു സാക്ഷ്യപത്രം വേണം. അതിൽ കൃത്യമായിട്ടും ജനപ്രതിനിധി ആണെങ്കിൽ അദ്ദേഹം ഇയാളുടെ വാസസ്ഥലത്തിന്റെ പരിധിയിലുള്ള ആളായിരിക്കണം എന്ന് ഒരു കാര്യം പറയുന്നുണ്ട്. പലപ്പോഴും അത് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താനൊന്നും കഴിയില്ല. പക്ഷെ എങ്കിലും ഇപ്പോൾ ഒറ്റപ്പാലത്ത് താമസിക്കുന്ന ഒരാളുടെ ക്യാരക്ടർ ആൻഡ് കോൺട്രാക്ട് ആൻഡ് ക്യാരക്ടർ ആന്റിസിഡന്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് അത് മറ്റൊരു മുനിസിപ്പാലിറ്റിയിലെ ഒരു പ്രസിഡന്റ് ഒപ്പിട്ട് കൊടുക്കുന്നതിൽ ശരിക്കും അർത്ഥമില്ല. നേരെ മറിച്ച് ഗസറ്റഡ് ഓഫീസർ ആണെങ്കിൽ അദ്ദേഹത്തിന് പരിധിയൊന്നുമില്ല, അറിയുന്ന ഒരു ഗസറ്റഡ് ഓഫീസർ മതി. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു ക്യാരക്ടർ ആൻഡ് ആന്റിസിഡന്റ് സർട്ടിഫിക്കറ്റ് വേണം. അത് 6 മാസം മുമ്പുള്ള തീയതിയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പ്രൊമോഷന് ഇത് ബാധകമല്ല. പിന്നെ നമുക്കറിയാം യോഗ്യതകൾ നമുക്ക് വലിയൊരു തലവേദനയുള്ള കാര്യമാണ്. ഞങ്ങൾ വിദ്യാഭ്യാസ ഓഫീസുകളിലുള്ളവർക്കും തലവേദനയുള്ള ഒരു കാര്യമാണ്. കാരണം യോഗ്യതകളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഒരു റഫറൻസ് എവിടെയും ലഭ്യമല്ല. KER ചാപ്റ്റർ 31 എന്ന് പറയുന്ന 31ാമത്തെ അധ്യായത്തിലാണ് യോഗ്യതകളെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത്. പക്ഷേ KER വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം 59 ശേഷം ഒരുപാട് യോഗ്യതകളും അത് എടുക്കാമെന്നും പിന്നീട് എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് സർക്കുലറുകളും ഓർഡേഴ്സും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് യോഗ്യതകളെ പറ്റി അത്യാവശ്യം ഇപ്പോൾ കുറെ ഇങ്ങനെ സംഭരിച്ച് വെച്ചിട്ടുണ്ട് പല ആളുകളും. കൃത്യമായിട്ട് KER പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് വളരെ കുറച്ചെണ്ണമേ ഉള്ളൂ. കാരണം അന്നത്തെ കാലത്ത് അത്ര യോഗ്യതകളേ ഉള്ളൂ. അതിനുശേഷം KER പല കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതിലൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് യോഗ്യത നേടിയിട്ടുള്ളതെങ്കിൽ അതിന്റെ ഈക്വലൻസിയും ജെന്യുവൽ സർട്ടിഫിക്കറ്റും
ആവശ്യമാണ്. പലപ്പോഴും നമുക്ക് അറിയുന്ന ഒരു കാര്യം, കേരളത്തിന് പുറത്തുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അവിടെ KER പറയുന്നത് കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ച അല്ലെങ്കിൽ കേരളത്തിന്റെ യൂണിവേഴ്സിറ്റികളുടെ കോഴ്സ് വേണമെന്നാണ്, അല്ലെങ്കിൽ അവ തത്തുല്യമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള കോഴ്സുകൾ. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഈക്വലൻസിയും അതുപോലെ ജെനുവിൻനെസ് എന്ന് പറയുന്ന, അതായത് ഇത് ശരി തന്നെയാണ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റും കൂടി ആവശ്യമായിട്ട് വന്നേക്കാം. പിന്നെ മറ്റ് പലതരത്തിലുള്ള നിയമനങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരു പ്രൊമോഷൻ ഒഴിവിലേക്കുള്ള നിയമനമാണെങ്കിൽ ആ പ്രൊമോഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ള രേഖ വേണം. അതുപോലെ അവധി ഒഴിവാണെങ്കിൽ അവധി അംഗീകരിച്ച ഉത്തരവ് വേണം. അതുപോലെ ഇത് ആവശ്യമില്ലാത്ത ചില കേസുകളുണ്ട്. അപ്പൊ നമുക്കറിയാം ഇതിലുള്ള ചില കാര്യങ്ങളൊന്നും ഇപ്പൊ ബാധകമല്ല. റീട്രഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാം, തസ്തിക നഷ്ടപ്പെട്ട് പിന്നെ അതേ സ്കൂളിൽ തന്നെ 6 മാസത്തിനുള്ളിൽ തസ്തിക വന്നാൽ ഈ പറയുന്ന നിയമന ഉത്തരവിന്റെയോ മറ്റു കാര്യങ്ങളുടെയോ ആവശ്യമില്ല. പിന്നെ പണ്ടൊക്കെ ഒരു 8 മാസത്തെ നിയമനം തികഞ്ഞില്ലെങ്കിൽ വെക്കേഷന്റെ മുൻപ് മാർച്ച് 31 പിരിച്ചുവിടുകയും പിന്നെ ജൂൺ 1 വീണ്ടും അടുത്ത ജൂൺ 1 വീണ്ടും നിയമിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത്തരം കേസുകളിലും പ്രത്യേകമായിട്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. നിയമന ഉത്തരവുണ്ടെങ്കിൽ പോലും മറ്റ് രേഖകളുടെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇത്തരം കേസുകൾ ഇപ്പോൾ ഇല്ല. ഇപ്പൊ 8 മാസത്തെ പ്രശ്നമൊന്നും ഇപ്പൊ നിലവിൽ ഇല്ല. അതുപോലെ പലപ്പോഴും പല ഗ്രൂപ്പുകളിലും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രായപരിധി എന്താണ്. അപ്പോൾ അധ്യാപകരെ സംബന്ധിച്ചോളം അധ്യാപകരുടെ പ്രായപരിധി എന്ന് പറയുന്നത് ജനറലിന് 40 വയസ്സാണ്. SC/STക്ക് സാധാരണഗതിയിൽ 40+5, അതായത് 5 years എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന റിസർവേഷന്റെ ആനുകൂല്യമാണ്. OBCക്ക് ആണെങ്കിൽ 3 വർഷമാണ്. അപ്പോൾ 40, 43, 45 ഇങ്ങനെയാണ് അധ്യാപകരുടെ നിയമനത്തിന്റെ പ്രായപരിധി. ഇത് PSCക്കും ഇങ്ങനെയാണ്. എയ്ഡഡ് സ്കൂളുകളിലെ നിയമനം പണ്ട് വളരെ മുൻപ് KER വന്ന സമയത്ത് എയ്ഡഡ് സ്കൂളുകളിലും PSCക്കും പ്രത്യേക നിയമമായിരുന്നെങ്കിൽ പോലും പിന്നീട് അത് ഏകീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ PSCക്ക് എങ്ങനെയാണോ കണക്കാക്കുന്നത് അതുപോലെ തന്നെയാണ് എയ്ഡഡ് സ്കൂളുകളിലും കണക്കാക്കി വരുന്നത്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജനുവരി 1 ഏത് വർഷമാണോ നിയമിക്കുന്നത് ആ വർഷം ജനുവരി 1 വെച്ചിട്ടാണ് പ്രായം നോക്കുന്നത്. അതല്ലാതെ നിയമന തീയതി വെച്ചിട്ടല്ല പ്രായം നോക്കുന്നത്. ഇപ്പോൾ 2025 ഒരാൾ നിയമിക്കുകയാണെങ്കിൽ, ഈ ജൂണിൽ ഒരാൾ നിയമിക്കുകയാണെങ്കിൽ അയാൾ 2025 ജൂണിൽ വെച്ച് നല്ല നോക്കുന്നത് 2025 ജനുവരി 1 അദ്ദേഹത്തിന് എത്ര പ്രായമായി. 40 വയസ്സിനുള്ളിലായിരിക്കണം, 40 വയസ്സ് കഴിയാൻ പാടില്ല, 18 വയസ്സിനും മീതെ ആയിരിക്കണം. ഇത്തരം കാര്യങ്ങളാണ് നോക്കുന്നത്. എന്നാൽ അനധ്യാപകരുടെ കാര്യം ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല. അനധ്യാപകർക്ക് 40 അല്ല, അവർക്ക് PSC ഞാൻ നേരത്തെ പറഞ്ഞു, അവർക്കും PSC നോംസിൽ അതേപോലെ തന്നെയാണ് 36 അവരുടെ പ്രായപരിധി. 36+5, 36+3, അതായത് SC/STക്ക് 5, OBCക്ക് 3. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ചില അവകാശികളുണ്ട്, നമ്മളുടെ ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ പ്രകാരം 51A എന്ന് പറയുന്ന അവകാശിയുണ്ട്, അദ്ദേഹത്തിന് പ്രായപരിധി ബാധകമല്ല. അതുപോലെ 51B എന്ന് പറയുന്ന വിഭാഗമുണ്ട്, അവർക്ക് പ്രായപരിധി ബാധകമാണ്. പിന്നെ അതിൽ തന്നെ ഈ 51B പ്രകാരമുള്ള വിധവകൾക്ക് 50 വയസ്സ് വരെ നിയമനം നൽകാവുന്നതാണ്. അപ്പൊ 51A 51B എന്താണെന്നുള്ളത് താഴെ പറയാം. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ട, പലപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഒരു കാര്യം, ഈ 1:1 എന്ന് പറയുന്ന HTV എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. KER അധ്യായം 21 എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ചട്ടം 7 പ്രകാരമാണ് ഒരു 4 തരം തസ്തികകൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ തസ്തിക എന്ന് പറയുന്നത് 7.1 എന്ന് പറയുന്ന റൂൾ 7.1 എന്ന് പറയുന്ന തസ്തിക എന്ന് പറയുന്നത് HTV എന്ന് പറയുന്ന തസ്തികയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രൈമറി സ്കൂളുകളിൽ പ്രധാന അധ്യാപകനെ ക്ലാസ് ചാർജിൽ നിന്നും ഒഴിവാക്കി അവിടെ മറ്റൊരു അധ്യാപകനെ വെക്കാമെന്ന് പറയുന്ന റൂളാണ് ഈ HTV എന്ന് പറയുന്ന ഹെഡ് ടീച്ചർ വേക്കൻസി എന്ന് പറയുന്നത്. അതിന് ഇത്ര കുട്ടികൾ വേണമെന്നൊക്കെ ചട്ടത്തിൽ പറയുന്നുണ്ട്. അത്തരം HTV അനുവദിക്കപ്പെട്ട സ്കൂളുകളിൽ HTV പോസ്റ്റ് എന്ന് പറയുന്നത് സംരക്ഷിതാധ്യാപകന് മാത്രമുള്ളതാണെന്ന് റൂളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ അധിക തസ്തികകൾ വരുന്ന സമയത്ത് 1:1 എന്ന് പറയുമ്പോൾ ആദ്യത്തെ പോസ്റ്റ് സർക്കാരിനും രണ്ടാമത്തെ പോസ്റ്റ് മാനേജർക്കുമാണ്. 2020 വരെ നിയമിക്കപ്പെട്ട, അതായത് 19-20 വരെ ഇത്തരത്തിൽ നിയമിക്കപ്പെട്ടവർക്ക് താൽക്കാലികമായിട്ട് സർക്കാർ 4/21 എന്ന് പറയുന്ന ജിയോയിലൂടെ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമുള്ള അഡീഷണൽ പോസ്റ്റുകൾക്ക്, അതായത് 2019-20 ശേഷം 19-20 ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിന്നീട് 20-21 എന്ന് പറയുന്ന ഒരു വർഷം സ്കൂൾ ഉണ്ടായിട്ടില്ല, കോവിഡ് ആണ്. അതിനുശേഷം 21-22 എന്ന് പറയുന്ന വർഷവും
ഫലത്തിൽ തസ്തിക നിർണയം ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ആ 21-22 വർഷത്തിൽ ജൂലൈ മുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയെങ്കിൽ പോലും നവംബർ 1 മുതലാണ് സ്കൂളുകൾ തുടങ്ങുന്നത്. അപ്പോൾ വീണ്ടും തസ്തിക നിർണയം അടുത്ത വർഷത്തേക്ക് പോയി, 22-23 തുടങ്ങി. അപ്പോൾ ഇപ്പോൾ അനുവദിക്കുന്ന, അതായത് 2022-23 മുതലാണ് പിന്നെ തസ്തിക നിർണയം നടക്കുന്നുള്ളൂ. ആ തസ്തിക നിർണയത്തിൽ അധിക തസ്തികകൾ അനുവദിക്കുമ്പോൾ അവിടെ ഈ നേരത്തെ പറയുന്ന 4/21 നിലവിലില്ല. അവിടെ ആദ്യത്തെ തസ്തിക സർക്കാരിലേക്കും രണ്ടാമത്തെ തസ്തികയാണ് മാനേജർക്കുള്ളത്. അതിനാണ് 1:1 എന്ന് പറയുന്നത്. സർക്കാരിലേക്ക് എന്ന് പറയുന്നത് പ്രൊട്ടക്ടഡ് ടീച്ചറെ വെക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന തസ്തികയാണ്. അപ്പോൾ അങ്ങനെയാണ് 1:1, 7:2 എന്ന് പറയുന്ന റൂളാണ് ഇതിന്റെ. അതിനുശേഷം 7:3 എന്ന് പറയുന്ന ഒരു റൂളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ന്യൂലി ഓപ്പൺഡ് ഓർ ന്യൂലി അപ്ഗ്രേഡഡ്, അതായത് 1979 ശേഷം തുടങ്ങിയിട്ടുള്ള സ്കൂളുകളിൽ അവിടെ എന്ത് വേണം? അവിടെ മിനിമം ഒരു സംരക്ഷിതാധ്യാപകൻ റെഗുലർ പോസ്റ്റിൽ വേണം. അവിടെ അധിക തസ്തികയിലല്ല, റെഗുലർ ഉള്ള ഒരു പോസ്റ്റിൽ ഒരു സംരക്ഷിതാധ്യാപകൻ വേണം എന്നുള്ള റൂളാണ് 7:3 എന്ന് പറയുന്ന റൂള്. അതുപോലെ 7:4 എന്ന് പറയുന്ന അടുത്ത റൂളിൽ പറയുന്നത് ഒരു അക്കാദമിക വർഷത്തിൽ കൂടുതലുള്ള അവധി ഒഴിവുകൾ. അക്കാദമിക വർഷം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഹലോ, എന്താ സംഭവം? ആർക്കും കേൾക്കണില്ലല്ലോ? ഇല്ലില്ല, നെറ്റ് പോയിരിക്കണോ? കേൾക്കുന്നില്ല. ഉണ്ണി സാർ നെറ്റ് പോയിനോ? ലെഫ്റ്റ് ആയിരുന്നോ? ഓക്കെ. സുധീർ മാഷെ വിളിച്ചോക്കായിരുന്നോ ഉണ്ണി സാറിനെ? കോള് വന്നാണോ അല്ലേ? എന്റെ നെറ്റ്വർക്ക് ഒന്ന് പോയിരുന്നോണു. ഓക്കെ ഇതാ വന്നിട്ടുണ്ട്. ഞാൻ ഏതുവരെ പറഞ്ഞു എന്ന് ഞാൻ കേട്ടില്ല. സംരക്ഷിതാധ്യാപകൻ പറഞ്ഞത് കേട്ടുവോ? 7:4 പറഞ്ഞു, ഒരു അക്കാദമിക വർഷത്തിൽ 7:4 വരെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമുക്കറിയാം 7:4 കഴിഞ്ഞ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് 30 ദിവസത്തിൽ കൂടുതലും ഒരു അക്കാദമിക വർഷത്തിൽ കുറവുമുള്ള അവധി ഒഴിവുകളിൽ നമ്മൾ നടത്തുന്നത് ദിനവേതനാടിസ്ഥാനത്തിലുള്ള, അതായത് നമ്മൾ പറയുന്ന ദിവസവേതനാടിസ്ഥാനത്തിലുള്ള നിയമനങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണോ ഒരു നിയമനാംഗീകാര പ്രപ്പോസൽ കൊടുക്കുന്നത് അതേപോലെ തന്നെയാണ് അതിന്റെ അഡീഷണൽ ആയി അതിന്റെ കൂടെ ഒരു പിന്നെ ഇതുകൂടി, അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കണം എന്നാണ് 2013 മുതലുള്ള നിർദ്ദേശമാണ്. സ്ക്രീൻ പ്രസന്റ് ഉണ്ട് കേട്ടോ? ഇല്ല. ഓക്കെ. എത്തിയോ? അപ്പൊ ശരിയായി. ഓക്കെ. അടുത്തത്
ഞാൻ നേരത്തെ പറഞ്ഞു ഈ അവകാശികൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു അവകാശികൾ പലതരക്കാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കുന്നതും പ്രൊട്ടക്റ്റഡ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ സംരക്ഷിത അധ്യാപകർ എന്ന് പറയുന്ന ആളുകളാണ്. ഒരു കാലഘട്ടം വരെ, അതായത് 2015 വരെ 13 വരെയൊക്കെ ഉണ്ടായിരുന്നവർക്കാണ് സംരക്ഷണം കൊടുക്കുന്നത്. അതിനുശേഷം 15 മുതലുള്ള അഡീഷണൽ പോസ്റ്റുള്ളവർക്കും പിന്നീട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സംരക്ഷിതാധ്യാപകൻ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ സ്കൂളിൽ തസ്തിക നഷ്ടപ്പെട്ട് പുറത്തു പോയി ഇപ്പൊ മറ്റൊരു സ്കൂളിൽ ജോലി ചെയ്യുന്ന ആളെയാണ് സംരക്ഷിതാധ്യാപകൻ എന്ന് പറയുന്നത്. അപ്പൊ സെയിം മാനേജ്മെന്റിൽ ഒരു പോസ്റ്റ് ഒഴിവ് വരുമ്പോൾ അദ്ദേഹത്തിനെ ആദ്യം ആ പോസ്റ്റിലേക്ക് തിരിച്ചു വിളിക്കണം. അദ്ദേഹത്തിനാണ് ആദ്യത്തെ പ്രിഫറൻസ്. അതാണ് സംരക്ഷിതാധ്യാപകൻ എന്ന് പറയുന്നത്. അടുത്ത ഒരു അവകാശമാണ് 43 എന്ന് പറയുന്ന ചാപ്റ്റർ 14A റൂളാണ് ശരിക്കും 43, 43ാമത്തെ റൂളാണ്. അതിൽ പറയുന്നത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അധ്യാപകനെ, അതായത് UPST ആയിട്ടുള്ള ഒരാളെ HST ആയിട്ട്, അതായത് അയാൾ B.Ed ഹോൾഡറൊക്കെയാണ്. അപ്പൊ അവിടെ ഒരു HST ഒഴിവ് വരുമ്പോൾ അയാളെ നിയമിക്കണം, അയാളെ പ്രൊമോട്ട് ചെയ്യണം. മാനേജർ എന്തായാലും പ്രൊമോട്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്ന റൂളാണ് അധ്യായം 14A 43 എന്ന് പറയുന്ന റൂള്. അടുത്ത അവകാശം എന്ന് പറയുന്നത് 51A അവകാശിയാണ്. 51A അവകാശി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പഴയ കാലങ്ങളിലൊക്കെ നമ്മളുടെ താൽക്കാലികമായിട്ട് 2 മാസമൊക്കെ ശമ്പള സ്കെയിലിൽ ജോലി ചെയ്ത് താൽക്കാലിക ഒഴിവിൽ ജോലി ചെയ്ത് പിന്നീട് അവിടെ സ്ഥിരമായി നിയമിക്കപ്പെടുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. പക്ഷെ 2005 മുതൽ അങ്ങനെ ഒരു സംവിധാനമില്ല. 2005 മുതൽ ഒരു അക്കാദമിക വർഷം മുഴുവൻ ജോലി ചെയ്താൽ മാത്രമേ 51A അവകാശമാവുന്നുള്ളൂ. അങ്ങനെ 51A അവകാശികൾ എന്ന് പറയുന്ന ആളുകൾ എന്ന് പറയുന്നത് സ്കൂളുകളിൽ താൽക്കാലിക ഒഴിവുകളിൽ അല്ലെങ്കിൽ റെഗുലർ ഒഴിവുകളിൽ ജോലി ചെയ്ത് അവിടെ തസ്തിക നഷ്ടപ്പെട്ട് വീണ്ടും അവർ തിരിച്ചു വരുന്ന അവകാശികളെയാണ് 51A അവകാശികൾ. അതായത് അങ്ങനെ തസ്തിക നഷ്ടപ്പെട്ട ഒരാൾ പുറത്തു പോയാൽ അദ്ദേഹത്തിനെ തിരിച്ചെടുക്കണം, അദ്ദേഹത്തിന് അടുത്ത് വരുന്ന പോസ്റ്റിൽ പ്രിഫറൻസ് കൊടുക്കണം എന്ന് പറയുന്ന റൂളാണ് 51A. 51B എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആശ്രിത നിയമനം അല്ലെങ്കിൽ നമ്മൾ ഡൈയിങ് ഹാർനസ് എന്ന് ഗവൺമെന്റ് സർവീസിൽ പറയുന്ന റൂളാണ് KERലെ 51B എന്ന് പറയുന്ന റൂള്. അത് തന്നെയാണ് 9A എന്ന് പറയുന്ന ചാപ്റ്റർ 20, അതായത് അധ്യാപകരുടെ കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു 14A പറയുന്നത് 14A. എന്നാൽ അനധ്യാപകരുമുണ്ട്, നമ്മളുടെ സ്കൂളുകളിൽ അനധ്യാപകരുമുണ്ട്. അവരുടെ കാര്യങ്ങൾ പറയുന്നത് ചാപ്റ്റർ 24A B-ലുമാണ്. അപ്പൊ അനധ്യാപകനായ ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിന്റെ അവകാശികൾക്ക് ജോലി കൊടുക്കണം എന്ന് 14A അല്ല പറയുന്നത്, 24A 9A എന്ന് പറയുന്ന റൂളാണ്. അപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ്. ആശ്രിത നിയമനം എന്ന് പറയുന്ന റൂളാണ് ഇത്. അത് എങ്ങനെയാണോ സർക്കാർ സർവീസിൽ നിലവിൽ നിൽക്കുന്നത് അത് അതേപോലെ തന്നെയാണ്, അതേ ഉത്തരവുകളും അതേ കാര്യങ്ങളുമാണ് KERലെ ആശ്രിത നിയമനത്തിനും ബാധകമായിട്ടുള്ളത്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നോട്ട് 1 അവകാശികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ചാപ്റ്റർ 14A റൂളാണ് 1. ആ ഒന്നാമത്തെ റൂളിന്റെ ഉപറൂളാണ് 1. ഒന്നാമത്തെ റൂളിന്റെ ഒന്നാമത്തെ ഉപറൂൾ. അതിൽ പറയുന്നത് ഒരു സ്കൂളിൽ ഒരു അധ്യാപക തസ്തിക ഒഴിവ് വരുമ്പോൾ അവിടെ അധ്യാപകർ ആരും ക്വാളിഫൈഡ് അല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു HST ഒഴിവ് വന്നു, ആ HST ഒഴിവിലേക്ക് അവിടെയുള്ള UPSTമാർ ആരും ക്വാളിഫൈഡ് അല്ല എങ്കിൽ, പക്ഷെ അവിടുത്തെ ക്ലർക്ക് അല്ലെങ്കിൽ അവിടുത്തെ OA ക്വാളിഫൈഡ് ആണെങ്കിൽ അദ്ദേഹത്തിനെ നിയമിക്കുന്നത് 43 റൂൾ പ്രകാരമല്ല, 1 എന്ന് പറയുന്ന റൂൾ പ്രകാരമാണ്. അധ്യാപകരുടെ പ്രൊമോഷനാണ് 43, അനധ്യാപകരുടെ 1 ആണ്. അതുപോലെ നേരത്തെ പറഞ്ഞു പലപ്പോഴും ഈ നിയമനാംഗീകാരങ്ങൾക്ക് താമസം വരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് 15 ദിവസത്തിനുള്ളിൽ മാനേജർ സമർപ്പിച്ചിരിക്കണം. 15 ദിവസം കഴിഞ്ഞാൽ പിന്നീട് അതിന് കണ്ടോണേഷൻ വേണം. നമ്മളതിനെ കാലതാമസം മാപ്പാക്കുക എന്ന് പറയും. അത് അംഗീകരിക്കേണ്ടത് വിദ്യാഭ്യാസ ഉപഡയറക്ടറാണ്, അതായത് ഡെപ്യൂട്ടി ഡയറക്ടർ DD ആണ് കാലതാമസം മാപ്പാക്കേണ്ടത്. അപ്പൊ അത്തരത്തിലൊരു കേസ് വരുന്ന സമയത്ത് കാലതാമസം മാപ്പാക്കാൻ DDക്ക് അപേക്ഷ മാനേജർ കൊടുക്കണം, ബന്ധപ്പെട്ട ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുഖേന. അത് കാലതാമസം മാപ്പാക്കിയതിന് ശേഷം മാത്രമേ ഈ നിയമനം പരിഗണിക്കുകയുള്ളൂ. അതാണ് KERലെ റൂള്. പിന്നെ നേരത്തെ പറഞ്ഞു സർക്കാരിന് വേണ്ടി മാറ്റിവെച്ച പോസ്റ്റുകളാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ HTV 1:1, 7-3 ന്യൂലി ഓപ്പൺഡ് ന്യൂലി അപ്ഗ്രേഡഡ് സ്കൂളുകൾ, അതുപോലെ 7-4 താൽക്കാലിക ഒരു അക്കാഡമിക് ഇയറിൽ കൂടുതലുള്ള താൽക്കാലിക ഒഴിവുകൾ. ഇത്തരം പോസ്റ്റുകളിൽ സർക്കാരിന് വേണ്ടി മാറ്റിവെക്കപ്പെടേണ്ട പോസ്റ്റുകളാണ്. ഇതിൽ
ഡെയിലി വേജസ് വെക്കണമെങ്കിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ അനുമതി ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊട്ടക്റ്റഡ് ടീച്ചേഴ്സിനെ ഡിപ്ലോയ് ചെയ്യുന്നതെല്ലാം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് ഡെപ്യൂട്ടി ഡയറക്ടർക്കാണ് അറിയുന്നത് ജില്ലയിൽ സംരക്ഷിതാധ്യാപകരുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം, അതിന്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് DD ആണ്. അപ്പൊ അതുകൊണ്ട് DDയുടെ അനുമതി ആവശ്യമാണ്. ഇങ്ങനെ ഒരു പ്രൊട്ടക്റ്റഡ് ടീച്ചറെ കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ മാനേജറോട് പറയേണ്ടത് അത് കൺസേൺഡ് DDയുടെ ഒരു അനുമതി ആവശ്യമാണ്. അദ്ദേഹത്തിന് DDക്ക് അനുമതി വാങ്ങി ഡെയിലി വേജസിൽ വെക്കാം എന്ന അനുമതി കിട്ടിയാൽ മാത്രമേ ഡെയിലി വേജസിൽ വെക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഇതൊരു ഞാൻ അവിടെ ഒരു ജീവോ ഇട്ടതാണ്. അതായത് ഒരു സീനിയർ ഒരാളുടെ നിയമനം അംഗീകരിക്കാനുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജൂനിയർ ആയിട്ടുള്ള ഒരാളുടെ നിയമനം അംഗീകരിക്കില്ല. സീനിയർ ആയിട്ടുള്ള ആളുടെ നിയമനം അംഗീകരിച്ചതിന് ശേഷം മാത്രമേ ജൂനിയർ ആയിട്ടുള്ള ആളുടെ നിയമനം അംഗീകരിക്കുകയുള്ളൂ. അപ്പൊ അവിടെ മറ്റൊരു വിഷയം വരുന്നത്, ചിലപ്പോൾ സീനിയർ ആയിട്ടുള്ള ആൾ ക്വാളിഫൈഡ് അല്ലാത്ത ഒരു സാഹചര്യം വരും. അത് നമുക്കറിയാം, പണ്ടത്തെ ഒരു കാലമല്ല, ഇപ്പോൾ കേട്ടറ്റ് പോലെയുള്ള യോഗ്യതകൾ കൂടി വേണം. അപ്പൊ സീനിയർ ആയി എന്നുള്ളത് കൊണ്ട് കാര്യമില്ല, പൂർണ്ണമായും അയാൾ ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിനെ സീനിയർ ആയിട്ട് കാണേണ്ടതുള്ളൂ എന്ന് പറയുന്ന സർക്കാർ ഉത്തരവാണിത്. പിന്നെ നേരത്തെ പറഞ്ഞു ഈ ഡെയിലി വേജസ് നിയമനത്തിന്റെ കാര്യം പറഞ്ഞു. ഡെയിലി വേജസ് നിയമനം എന്ന് പറയുന്നത് മറ്റൊരു വ്യത്യാസവുമില്ല. എങ്ങനെയാണോ ഒരു സാധാരണ നിയമനാംഗീകാര പ്രപ്പോസൽ കൊടുക്കുന്നത് അതേപോലെ തന്നെയാണ്. അതിലാകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി അതിൻ്റെ കൂടെ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ കൃത്യമായി 30 ദിവസത്തിലധികം ഒഴിവും വേണം, 30 ദിവസത്തിലധികം നിയമനവും വേണം. അധ്യാപകൻ ലീവ് എടുക്കുമ്പോൾ അതും 30 ദിവസത്തിൽ കൂടുതൽ വേണം. അധ്യാപകന്റെ പകരം അധ്യാപകനെ നിയമിക്കുന്നതും 30 ദിവസത്തിൽ കൂടുതൽ വേണം. അതിൽ പ്രവൃത്തി ദിവസം മാത്രമായിട്ട് പരിഗണിക്കേണ്ടതില്ല. അതായത് ടോട്ടൽ ഈ 30 ദിവസത്തിന്റെ ഉള്ളിൽ ഒഴിവുകൾ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ സൺഡേ സാറ്റർഡേ ഒക്കെ വന്നേക്കാം, അതൊന്നും നോക്കേണ്ടതില്ല. 1-ാം തീയതി മുതൽ അടുത്ത 1-ാം തീയതി വരെ ആകുമ്പോൾ 30 ദിവസത്തിന്റെ മീതെ വരും. അങ്ങനെ വേണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പിന്നെ നമുക്കറിയാം, ഇപ്പൊ ഈ മതിയായ എണ്ണം കുട്ടികളില്ലാത്ത സ്കൂളുകൾ നമ്മളെ മിക്കവാറും എല്ലാ സബ് ജില്ലകളിലും ഉള്ള ഒരു കാര്യമാണ്. 15 കുട്ടികൾ ഒരു ക്ലാസ്സിൽ ശരാശരി 15 കുട്ടികൾ ഇല്ലാത്ത സ്കൂളുകളെയാണ് മതിയായ എണ്ണം കുട്ടികൾ ഇല്ലാത്ത സ്കൂളുകൾ എന്ന് പറയുന്നത്. അതും ക്ലാസ് ശരാശരിയാണ് എടുക്കുന്നത്. അതല്ലാതെ 1-ാം ക്ലാസ്സിൽ 15 കുട്ടിയുണ്ടോ 2-ാം ക്ലാസ്സിൽ 15 കുട്ടിയുണ്ടോ എന്നുള്ളതല്ല നോക്കുന്നത്. ഒരു 1 മുതൽ 4 വരെയുള്ള സ്കൂളാണെങ്കിൽ അവിടെ 60 കുട്ടികളിൽ മീതെ വേണം. അതുപോലെ 5 വരെയാണെങ്കിൽ 75 കുട്ടി വേണം. ആ രീതിയിൽ മതിയായ എണ്ണം കുട്ടികൾ ഇല്ലെങ്കിൽ അവിടെ 15 കുട്ടികളിൽ താഴെയാണ് ശരാശരി എങ്കിൽ അവിടെ ദിവസവേതനാടിസ്ഥാനത്തിൽ മാത്രമേ നിലവിൽ നിയമനാംഗീകാരങ്ങൾ കൊടുക്കാൻ സർക്കാർ ഉത്തരവുള്ളൂ. അത്തരം സ്കൂളുകളിൽ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട അത്തരം നമ്മുടെ സബ് ജില്ലകളിലൊന്നും സാധാരണ ഇല്ലാത്തൊരു കാര്യമാണ്. ഇങ്ങനത്തെ കോർപ്പറേറ്റ് മാനേജ്മെന്റുകളൊക്കെ ഇത്തരം സ്കൂളുകളിൽ ആളുകളെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ മറ്റൊരു സ്ഥലത്ത് ഒഴിവില്ല എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ കൂടി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതാണ് ഒരു സാധാരണ നിയമനാംഗീകാരവുമായി ബന്ധപ്പെട്ട് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, 2022 GOP 5/22 എന്ന് പറയുന്ന 18/4/2022 ഒരു KER-ൽ ഒരു ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അവിടെ കുറെ കാര്യങ്ങൾ പറയുന്ന ഒരു ഭേദഗതിയാണത്. നിയമനാംഗീകാരം എന്നുള്ള പ്രൊവിഷൻ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതില് ഒരു കാര്യം അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബോഗസ് അഡ്മിഷൻ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ആ ഭേദഗതിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ പണ്ടെല്ലാം KER-ൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടെങ്കിൽ പോലും അവിടെ ക്ലാസ് ടീച്ചറുടെ കാര്യമൊന്നും പ്രത്യേകമായിട്ട് പറയുന്നില്ല. ഈ 2022 ഭേദഗതിയിൽ ക്ലാസ് ടീച്ചർക്ക് വലിയൊരു ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട്. ബോഗസ് അഡ്മിഷനൊക്കെ പിടിക്കപ്പെട്ടാൽ ക്ലാസ് ടീച്ചർ കൂടി ഉത്തരവാദിയാണ് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് മാത്രമല്ല, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് അവിടെ RT ആക്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൽ കുറേ KER മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട കുറേ നിയമങ്ങളുള്ള ഒരു വകുപ്പാണ് നമ്മൾ. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ KER കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് RT ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ്. അപ്പൊ അത് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരികയും പിന്നീട് നമ്മളത് ഇവിടെയും ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു. ഈ RT ആക്ട് പ്രകാരമുള്ള കുറെ വ്യവസ്ഥകൾ നമ്മൾ KER-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2022 ഉൾപ്പെടുത്തിയത്. അതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം, ഈ കുട്ടികൾ, അതായത് 14 വയസ്സ് വരെയുള്ള കുട്ടികളെ സംബന്ധിച്ചോളം അവരുടെ ഒരു മൗലിക അവകാശമാണ് പഠനം എന്ന് പറയുന്ന പ്രാഥമിക എലിമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രാഥമിക വിദ്യാഭ്യാസം. അപ്പൊ അത്തരം കുട്ടികളെ പണ്ടൊക്കെ നമ്മൾ 15 ദിവസം തുടർച്ചയായിട്ട് വന്നില്ലെങ്കിൽ റിമൂവ് ചെയ്യുമായിരുന്നു.
എന്നാൽ ഇപ്പം നിലവിൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ അങ്ങനെ റിമൂവ് ചെയ്യാൻ ഒരു വകുപ്പില്ല. ഇപ്പോഴും നമ്മളത് അറിയാതെ പലപ്പോഴും റിമൂവ് ചെയ്യാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ റൂളിൽ പറയുന്നത്, AR തന്നെയുള്ള റൂളാണ് അതിൽ പറയുന്നത്, അത് പ്രധാന അധ്യാപകനെ രേഖാമൂലം അറിയിക്കണം, ക്ലാസ് ടീച്ചർ അറിയിക്കണം, ഇന്ന കുട്ടി ഇത്ര ദിവസമായിട്ടും വരുന്നില്ല എന്ന് പറയുമ്പോൾ അത് പ്രധാനാധ്യാപകൻ ഉടനെ ബന്ധപ്പെട്ട പഞ്ചായത്ത് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനെ അറിയിക്കണം. അവരത് അവിടെ പ്രത്യേകമായിട്ട് ഈ കുട്ടി സ്ഥലം വിട്ടു പോയതാണോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിൽ പഠിക്കുന്നുണ്ടോ, മറ്റൊരു സ്കൂളിൽ പഠിക്കുന്നുണ്ടെന്ന് നമുക്ക് വിവരം കിട്ടിയാൽ റിമൂവ് ചെയ്യാം. അതല്ലാത്ത കേസുകളിൽ അവരുടെ ഒരു കൺഫർമേഷൻ ലഭിച്ചതിന് ശേഷം മാത്രമേ റിമൂവ് ചെയ്യാൻ പാടുകയുള്ളൂ. അത് 8ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ്. 8ന് ശേഷമുള്ള കുട്ടികൾക്ക്, 9ഉം 10ഉം കുട്ടികൾക്ക് RT ആക്ട് ബാധകമല്ല. അത്തരം കേസുകളിൽ ഇത് ബാധകമല്ല. അതാണ് അതിൽ പറയുന്ന ഒരു കാര്യം. അതുപോലെ ആ റൂളിലുള്ള, ആ ആക്ടിലുള്ള പ്രധാനപ്പെട്ട മറ്റു കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം. അധ്യാപക വിദ്യാർത്ഥി അനുപാതം നമുക്കറിയാം. ഇപ്പോൾ 1:30 ഉണ്ട്, 35 ഉണ്ട്, 45 ഉണ്ട്. 30 എന്ന് പറയുന്നത് 1 മുതൽ 5ാം ക്ലാസ് വരെയാണ്. 35 എന്ന് പറയുന്നത് 6, 7 ക്ലാസ്സുകളിലാണ്, 6, 7, 8 ക്ലാസ്സുകളിലാണ്. 45 എന്ന് പറയുന്നത് 9, 10 ക്ലാസ്സുകളിലാണ്. ഇങ്ങനെയാണ് കേന്ദ്ര ഇതിൽ പറയുന്ന ആ ഷെഡ്യൂൾ ഇവിടെയും അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്തു. അതുപോലെ ക്ലാസ്സിൽ ഹാജരുള്ള കുട്ടികളുടെ മാത്രം അറ്റൻഡൻസ് രേഖപ്പെടുത്തണമെന്ന് ക്ലാസ് ടീച്ചർമാർക്ക് പ്രത്യേകമായിട്ടും. അത് കാരണം എന്താണെങ്കിൽ ക്ലാസ് ടീച്ചറാണ് ഒരു കുട്ടി കൃത്യമായിട്ടും ക്ലാസ്സിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഫിസിക്കലി ആ കുട്ടിയുടെ പ്രസൻസ് മനസ്സിലാവുന്നത് ക്ലാസ് അധ്യാപികയ്ക്കാണ് എന്നുള്ളത് കൊണ്ട് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ UID ഉള്ള കുട്ടികളെ മാത്രമേ തസ്തിക നിർണയത്തിന് ഉൾപ്പെടുത്തുകയുള്ളൂ എന്നുള്ള കാര്യവും ഈ അമെൻമെന്റിലാണ്, 2022 പറയുന്നത്. അതുപോലെ 2022 അമെൻമെന്റിലെ മറ്റൊരു കാര്യമാണ്, ഏതെങ്കിലും സാഹചര്യത്തിൽ ആ വർഷം ജനുവരി 31 വരെ കുട്ടികൾ കുറയുകയാണെങ്കിൽ, തസ്തിക നഷ്ടപ്പെടുമെങ്കിൽ ആ വിവരം കൺസേൺഡ് AEO DOയെ അറിയിക്കണം. ഹെഡ് മാസ്റ്ററാണ് അറിയിക്കേണ്ടത്. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ജനുവരി വിദ്യാഭ്യാസ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗം ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കും എന്ന് പറയുന്ന ഒരു കാര്യം അതിലുണ്ട്. അതുപോലെ സൂപ്പർ എക്സൽ ഓഫീസർക്ക് അക്കാഡമിക് ഇയർ മുഴുവൻ സന്ദർശിക്കാനുള്ള ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. അതാണ് 2022 ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ കേട്ടറ്റുമായി ബന്ധപ്പെട്ട്. കേട്ടറ്റിലെ കുറെ കാര്യങ്ങൾ നമുക്കറിയാം. അതായത് ഈ കേട്ടറ്റിന്റെ പലപ്പോഴും ചോദിക്കുന്ന പലരുടെയും പല ധാരണകളിലും പലപ്പോഴും എനിക്കൊക്കെ ഒരുപാട് വിളികൾ വരുന്ന ഒരു കാര്യമാണ്, LP സ്കൂളുകളിൽ കാറ്റഗറി 1 തന്നെ വേണോ, UP സ്കൂളിൽ കാറ്റഗറി 2 തന്നെ വേണോ. അപ്പോൾ കൃത്യമായിട്ടും സർക്കാർ തന്നെ കാറ്റഗറി 1, 2 ഏതെങ്കിലും ഒന്ന് വിജയിച്ചവർക്ക് LP UP അധ്യാപകരാവാം. അതായത് കേട്ടറ്റിന്റെ യോഗ്യതയും അധ്യാപക യോഗ്യതയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് നേരത്തെ പറഞ്ഞു, ഇപ്പോൾ LP സ്കൂളുകളിലാണെങ്കിൽ TTC മാത്രമാണ് LPSTയുടെ യോഗ്യത, UPSTക്ക് ആണെങ്കിൽ BEd ഓർ TTC ഇതാണ് യോഗ്യത. പക്ഷേ കാറ്റഗറി 1 എന്ന് പറയുന്നത് TTCക്കാർക്ക് മാത്രമുള്ളതാണ്. 2 എന്ന് പറയുന്നത് BEdകാർക്ക് ഉള്ളതാണെങ്കിൽ പോലും അവിടെ 1ഓ 2ഓ ജയിച്ചാൽ LPSTയോ UPSTയോ ആവാം. അതേപോലെ 3 ജയിച്ചവർ 2 നേടുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ MEd, SET, NET, PhD പോലെയുള്ള യോഗ്യതകൾ നേടിയവരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇങ്ങനെ കേട്ടറ്റുമായി ബന്ധപ്പെട്ട് CTETന്റെ എലിമെന്ററി സ്റ്റേജ് പാസ്സായവരെ കാറ്റഗറി 2 നിന്നും പ്രൈമറി പാസ്സായവരെ കാറ്റഗറി 1 നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കുള്ള ഏറ്റവും വലിയ നമ്മളുടെ ഇപ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. അതിനെപ്പറ്റി നമുക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയില്ല. നമുക്കറിയാം, ഞാൻ ചുരുക്കി പറയാം. അതായത് 1995 ആദ്യത്തെ PWD ആക്ട് വന്നു. PWD ആക്ട് എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് കൂടി നിയമനത്തിൽ റിസർവേഷൻ കൊടുക്കണമെന്ന് പറയുന്ന ആക്ടാണ് ആദ്യം വരുന്നത്. അന്ന് 3% റിസർവേഷനാണ് പറഞ്ഞിരുന്നത്. പിന്നീട് 2016 അതേ ആക്ട് തന്നെ പരിഷ്കരിച്ചിറക്കി 4% ഇറക്കി. രണ്ടും സെൻട്രൽ ഗവൺമെന്റിന്റെ ആക്ടുകളാണ്. എന്നാൽ പിന്നീട് ആ 2016 ആക്ടിന് ശേഷം പിന്നീട് അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അംഗീകരിച്ചു.
നമ്മളെ ഇവിടുത്തെ കുറെ എയ്ഡഡ് സ്കൂൾ മാനേജർമാർക്ക് അന്ന് തന്നെ ഇത്തരത്തിൽ എയ്ഡഡ് സ്കൂളുകളിലും വേണം എന്നുള്ള കാര്യത്തിലൊക്കെ ചില ഉത്തരവുകൾ ഇറങ്ങിയിരുന്നെങ്കിൽ പോലും നമ്മളുടെ മാനേജർമാർ ചിലർ ഫയൽ ചെയ്ത കേസുകൾ സുപ്രീം കോടതി വരെ എത്തിയിരുന്നു. അതുകൊണ്ട് നടപ്പാക്കാതെ ഇരിക്കുകയായിരുന്നു. അവസാനം 2021 ഇത്തരം കേസുകളെല്ലാം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തള്ളുകയും അതോടുകൂടി എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള സ്ഥിതിയുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ 96 മുതൽ നടത്തിയിട്ടുള്ള എല്ലാ നിയമനങ്ങളും ബാക്ക്ലോഗായിട്ട് പരിഗണിക്കണം. ബാക്ക്ലോഗ് എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ 3%, 4% സംവരണം നടപ്പിലാക്കേണ്ടതായിരുന്നു. പക്ഷെ അത് നടപ്പിലാക്കിയില്ല. അതുകൊണ്ട് അന്ന് മുതൽ ഇപ്പൊ എത്ര നിയമനങ്ങൾ നടത്തിയിട്ടുണ്ടോ ആ നിയമനങ്ങളുടെ 3%, 4%, അതായത് 2016 വരെയാണെങ്കിൽ 3, അതിനുശേഷം 4, അത്രയും കണക്കാക്കി അതിനനുസരിച്ച് നിയമനങ്ങൾ നടത്തണം എന്നാണ് നിലവിലുള്ള സാഹചര്യം ഉള്ളത്. നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് മാനേജർ റിക്വസിഷൻ കൊടുക്കണം. അവിടെ നിന്ന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും ആളെ കിട്ടിയാൽ മാനേജർക്ക് ആളെ ലിസ്റ്റാണ് കിട്ടുന്നത്. ആ ലിസ്റ്റിൽ നിന്ന് ഇന്റർവ്യൂ നടത്തി ആളെ വെക്കണം എന്നാണ് പറയുന്നത്. ഇതിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ചില കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തത നിൽക്കുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയി കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി NSS മാനേജ്മെന്റ് കൊടുത്ത കേസിൽ ഉത്തരവായിരുന്നു. അത് പ്രകാരം ഭിന്നശേഷിക്ക് വേണ്ടി തസ്തിക വിട്ടുകൊടുത്തിട്ടുള്ള മാനേജ്മെന്റിന്റെ സ്കൂളുകളിൽ ആളുകളെ റെഗുലറായിട്ട് തന്നെ വെക്കാം, ശമ്പള സ്കെയിലിൽ നിയമിക്കാം എന്നാണ് കോടതി വിധി വന്നത്. അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ സർക്കാർ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൽ NSS മാനേജ്മെന്റിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മറ്റ് സ്കൂളുകളുടെ കാര്യങ്ങൾ ഉടനെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഭിന്നശേഷിക്ക് വേണ്ടി തസ്തിക മാറ്റിവെക്കണം എന്നുള്ള കാര്യത്തിൽ നിലവിൽ സംശയങ്ങളൊന്നുമില്ല. നിലവിൽ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാഭ്യാസ വകുപ്പുകളിലെ ഇത്തരത്തിൽ സംരക്ഷണം കൊടുക്കേണ്ട അല്ലെങ്കിൽ സംരക്ഷണ നിയമനം കൊടുക്കേണ്ട തസ്തികകളെ സർക്കാർ 7 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കാറ്റഗറി 1 എന്ന് പറയുന്നത് പ്രൈമറി, 2 എന്ന് പറയുന്നത് ഹൈസ്കൂൾ, 3 എന്ന് പറയുന്നത് നോൺ ടീച്ചിങ് സ്റ്റാഫാണ്. അതിനുശേഷം 4, 5, 6, 7 എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി VHSCയുമായി ബന്ധപ്പെട്ടതാണ്. 4, 5 എന്ന് പറയുന്നത് അവിടുത്തെ ജൂനിയർ സീനിയർ, 6, 7 എന്ന് പറയുന്നത് VHSCയിലെ സീനിയർ ജൂനിയറാണ്. അപ്പൊ ഇത്തരം ഇത്തരം കാറ്റഗറികളുണ്ട്. ഓരോ കാറ്റഗറിയിലും പ്രത്യേകം സംവരണം നടപ്പാക്കണം എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കുറെ കാര്യങ്ങളിൽ ഇപ്പോഴും നിലവിൽ അവ്യക്തതകളുണ്ട്. എങ്കിലും കുറെ കാര്യങ്ങളൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. അതിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് 8/11/21 വരെ നടത്തിയിട്ടുള്ള 18/11/18 മുതൽ ആണ് ഈ ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട് നമ്മളെ ഉത്തരവുകളെല്ലാം ഇറക്കുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, സാമൂഹ്യ നീതി വകുപ്പ്. അപ്പൊ ആ വകുപ്പ് ഇറക്കിയിട്ടുള്ള ഉത്തരവ്, ആദ്യത്തെ ഉത്തരവ് എന്ന് പറയുന്നത് 18/11/18 അന്ന് മുതൽ 8/11/21 വരെ നടത്തിയിട്ടുള്ള നിയമനങ്ങൾ പ്രൊവിഷണലായും അതിനുശേഷം നടത്തിയിട്ടുള്ള നിയമനങ്ങൾ ഡെയിലി വേജസിലുമാണ് ഈ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കുന്നത് വരെ നൽകാൻ ഇപ്പൊ നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നിയമനാംഗീകാരങ്ങൾ കൊടുത്തു പോരുന്നത്. അതിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ മറ്റേതിന് സംശയങ്ങളൊക്കെ ഉന്നയിക്കുന്ന സമയത്ത് നമുക്കപ്പോൾ തീർക്കാം. കാരണം അത് വലിയൊരു വിഷയമാണ്. ഇനി പ്രധാനമായിട്ടും നിയമനാംഗീകാരം കഴിഞ്ഞാൽ അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് പ്രൊബേഷൻ എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്കറിയാം ഈ ഗവൺമെന്റ് സർവീസിലെ പ്രൊബേഷനും എയ്ഡഡ് സർവീസിലെ പ്രൊബേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗവൺമെന്റ് സർവീസിലെ 3 വർഷത്തിലെ 2 വർഷമാണ് പ്രൊബേഷൻ കാലം. അതായത് 2 വർഷമാണ് പ്രൊബേഷൻ കാലം. തുടർച്ചയായ 3 വർഷത്തിലെ 2 വർഷമാണ് പ്രൊബേഷൻ. പക്ഷേ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർക്ക് KER ആണ് ബാധകം. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റെല്ലാം KSSR ആണ്. KSSR എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്ക് ബാധകമല്ല. എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്ക് 2 വർഷത്തിനുള്ളിലെ 1 വർഷത്തെ സേവനമാണ്. അത് ചാപ്റ്റർ 14A തന്നെയാണ് അത് പറയുന്നത്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 1 വർഷത്തെ നിയമനം അംഗീകാര കാലമാണ്, അതല്ലെങ്കിൽ സർവീസാണ് അവരുടെ പ്രൊബേഷന് വേണ്ടിയിട്ട് കണക്കാക്കുന്നത്. നോൺ ടീച്ചിങ് സ്റ്റാഫിന് സർക്കാർ സ്കൂളുകളിലെ അതേ 2012 മുതൽ 2012 വരെ പഴയ രീതിയിലായിരുന്നു. പക്ഷെ 2012 നോൺ ടീച്ചിങ് സ്റ്റാഫിന് എങ്ങനെയാണോ ഒരു ഗവൺമെന്റ് സ്കൂളിലെ അല്ലെങ്കിൽ AEOD ഓഫീസിലെ ക്ലർക്കിന് കൊടുക്കുന്നത് അതേപോലെ തന്നെയാണ്. അതായത് ഗവൺമെന്റ് സർവീസിലെ ക്ലർക്കുമാർക്കൊക്കെ 2 വർഷമാണ് പ്രൊബേഷൻ പീരീഡ്. ഇപ്പോൾ എയ്ഡഡ് സ്കൂളിലെ ക്ലർക്കുമാർക്കും 2 വർഷമായി. അധ്യാപകർക്ക് 2 വർഷക്കാലം എന്ന് പറയുന്ന അതിൽ 1 വർഷക്കാലത്തിനിടയ്ക്ക് ബ്രോക്കൺ സർവീസ് എല്ലാം കണക്കാക്കും. അതിൽ ഏതൊക്കെ പരിഗണിക്കും ഏതൊക്കെ പരിഗണിക്കില്ല എന്നുള്ള കാര്യത്തിൽ, അതായത് പ്രസവാവധി ഒക്കെ പരിഗണിക്കും.
അങ്ങനെയുള്ള പെറ്റേണിറ്റി ലീവ് പരിഗണിക്കും. അതിന് ഒരു പട്ടിക തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊതു അവധി, അതുപോലെ വെക്കേഷൻ, പൊതു അവധി, അതായത് ഒരു അവധിയോട് ചേർന്നെടുക്കുന്ന പിന്നെ വെക്കേഷൻ അല്ലെങ്കിൽ പൊതു അവധി എന്നിവ പ്രൊബേഷന് പരിഗണിക്കില്ല. അതായത് നമ്മൾ സഫിക്സ് പ്രിഫിക്സ് എന്ന് പറയും. അത് ഒരു അവധിയോട് മുമ്പോ പിമ്പോ ചേർത്തെടുക്കുന്ന വെക്കേഷൻ, പൊതു അവധി എന്നിവ പ്രൊബേഷന് പരിഗണിക്കില്ല. പിന്നെ എയ്ഡഡ് സ്കൂളുകളെ സംബന്ധിച്ചോളം നിയമനാധികാരി തന്നെയാണ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ടത്, അതായത് മാനേജറാണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്കറിയാം ഈ 2013 എയ്ഡഡ് സ്കൂളുകളിലെ KRനെ സംബന്ധിച്ചോളം അധ്യാപകർക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം എന്ന്, 45 മണിക്കൂറിൽ കുറയാത്ത കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണമെന്ന് KRൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 2018 വരെയുള്ള ആളുകൾക്ക് അതിൽ ഇളവുകളുണ്ട്. അതിനുശേഷം 1/12/2018 ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഇപ്പൊ നിബന്ധനയുള്ളൂ. അതിന് നമ്മളിപ്പോ നമ്മളുടെ ITH സ്കൂളുമായി, അതായത് കൈറ്റുമായി ബന്ധപ്പെട്ട് കൈറ്റ് ഇപ്പോൾ കൂൾ എന്ന് പറയുന്ന കോഴ്സ് നടത്തുന്നുണ്ട്. അപ്പൊ പലർക്കും കൂളും കേട്ടറ്റും തമ്മിൽ കൺഫ്യൂഷൻ ആവാറുണ്ട്. കേട്ടറ്റ് എന്ന് പറയുന്നത് നിയമനത്തിന് വേണ്ട നിശ്ചിത യോഗ്യതയാണ്, പക്ഷെ കൂൾ എന്ന് പറയുന്നത് പ്രൊബേഷന് വേണ്ട യോഗ്യതയാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ പ്രൊബേഷൻ ഏതൊക്കെ ആണ് പ്രൊബേഷന് വേണ്ടി പരിഗണിക്കുക? അപ്പൊ നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. പ്രൊബേഷന് പരിഗണിക്കുന്നത് ലീവുകളൊന്നും പ്രൊബേഷന് പരിഗണിക്കില്ല. ലീവ് എന്ന് പറയുന്നത് കാഷ്വൽ ലീവ് ഒരു ലീവല്ല. മറ്റുള്ള ലീവുകൾ, ഹാഫ് പേ ലീവ്, LWA പോലുള്ള ലീവുകളൊന്നും പ്രൊബേഷന് പരിഗണിക്കില്ല. മറ്റുള്ള ഡ്യൂട്ടി പീരീഡുകളെല്ലാം പ്രൊബേഷന് പരിഗണിക്കും. അതാണ് പ്രൊബേഷന് പരിഗണിക്കുന്ന ഉത്തരവുകളുടെ ഒരു ലിസ്റ്റ് ഞാൻ അവിടെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇന്നത്തെ ട്രെയിനിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭാഗമല്ല, അതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽ ആണ്. പിന്നെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്താൽ മാത്രമാണ് എയ്ഡഡ് സ്കൂളുകൾക്കാണെങ്കിൽ, എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്കാണെങ്കിൽ ആദ്യത്തെ ഇൻക്രിമെന്റ് കൊടുക്കുന്നത്. സർക്കാർ സർവീസിലാണെങ്കിൽ ആദ്യത്തെ ഇൻക്രിമെന്റ് ആദ്യത്തെ ഒരു വർഷമായ കൊടുക്കും. രണ്ടാമത്തെ ഇൻക്രിമെന്റ് എയ്ഡഡ് സർക്കാർ സ്കൂളുകളിലാണെങ്കിൽ രണ്ടാമത്തെ ഇൻക്രിമെന്റ് കൊടുക്കുന്നത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത അന്ന് മുതലാണ്. പക്ഷെ മൂന്നാമത്തെ ഇൻക്രിമെന്റിന് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്താൽ ഈ പ്രശ്നമില്ല. എന്നാണോ നിയമന തീയതി അന്നത്തെ വർഷം തികയുന്നതിനനുസരിച്ച് ഇൻക്രിമെന്റുകൾ കൊടുക്കും. അതുപോലെ നേരത്തെ പറഞ്ഞു, ഈ 1-ാം തീയതി വെച്ചിട്ടാണ് നമ്മൾ ഇൻക്രിമെന്റ് കൊടുക്കുന്നത്. പക്ഷെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന കാര്യത്തിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത ഡേറ്റ് മുതലാണ് ആദ്യത്തെ ഇൻക്രിമെന്റ് കൊടുക്കുന്നത് എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർക്ക്. ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകർക്കാണെങ്കിൽ അത് രണ്ടാമത്തെ ഇൻക്രിമെന്റ്. കാരണം ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകർക്ക് രണ്ടാമത്തെ വർഷമാണ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞു KSSRന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ്, അതായത് പ്രൊബേഷന് ടെസ്റ്റ് എഴുതുന്ന ദിവസം, അതായത് കൂള് പോലെയുള്ള പരീക്ഷകൾ എഴുതിയാലേ ഇപ്പോൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൂളുണ്ടെങ്കിൽ ആ കൂള് നേടിയ തീയതി മുതലാണ് ഒരാൾ ഇപ്പോൾ സർവീസിൽ കയറി പിന്നീടാണ് കൂള് നേടുന്നതെങ്കിൽ, 2018 ശേഷമുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്, അന്ന് മുതലാണ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുകയുള്ളൂ. അതിന്റെ റൂളാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ പരിഗണിക്കുക എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇത്രയേ ഉള്ളൂ. 2 വർഷത്തിനുള്ളിലുള്ള ഒരു വർഷമാണ്. 2 വർഷത്തിനുള്ള ഒരു വർഷം എന്ന് പറയുന്നത് ബ്രോക്കൺ സർവീസ് ഉൾപ്പെടെയുള്ള ഒരു വർഷം. ആ ബ്രോക്കൺ സർവീസുകൾ എല്ലാം ഈ 2 വർഷത്തിനുള്ളിൽ വരണം എന്നുള്ളതാണ് അതിന്റെ കണ്ടീഷൻ. അങ്ങനെയുള്ള ഫസ്റ്റ് ഇയർ ഓഫ് സർവീസ് ആണ് പ്രൊബേഷന് വേണ്ടിയിട്ട് കണക്കാക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞു, പ്രൊബേഷൻ നീണ്ടുപോയാൽ മാനേജർ പ്രത്യേകമായിട്ട് ഉത്തരവാക്കണം. അതായത് ഒരാളുടെ പ്രൊബേഷൻ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഉത്തരവാക്കണം. സാധാരണ ഇപ്പോഴൊന്നും അങ്ങനെ ആക്കാറില്ല. KRൽ അങ്ങനെ വേണം എന്നുള്ളത് പറയുന്നുണ്ട്. പ്രൊബേഷൻ കാലയളവിൽ ഇയാൾ പ്രൊബേഷൻ നീട്ടിയിട്ടും അയാൾ പ്രൊബേഷൻ ചെയ്തിട്ടില്ല, ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ മാനേജർക്ക് അദ്ദേഹത്തിനെ ടെർമിനേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനൊക്കെ KRലുണ്ട്. പക്ഷെ അത് വിദ്യാഭ്യാസ ഓഫീസറുടെ അനുമതി വേണം. അതേപോലെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അഥവാ വിദ്യാഭ്യാസ മാനേജർ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ അവിടെ വിദ്യാഭ്യാസ ഓഫീസർക്കും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. എയ്ഡഡ് സ്കൂളുകളുടെ കാര്യമാണ് പറയുന്നത്. അതുപോലെ ലീവിനെ കുറിച്ച് ചുരുക്കി പറയാണ്. ലീവ് എന്ന് പറയുന്നത് നമുക്കറിയാം, പലപ്പോഴും അധ്യാപകർക്കുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ലീവ് ആരാണ് പാസ്സാക്കുന്നത്. അപ്പോൾ എല്ലാ ലീവുകളും പാസ്സാക്കുന്നത് ഹെഡ് മാസ്റ്റർ ആണ്. ഹെഡ് മാസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്കുള്ള ലീവ്, അതായത് മുകളിലേക്കുള്ള ലീവ് എന്ന് പറയുന്നത് 120 ദിവസത്തിൽ കൂടുതലുള്ള LWA എന്ന് പറയുന്ന ലീവ് വിത്തൗട്ട് അലവൻസ് പാസ്സാക്കുന്നത് സർക്കാരോ അല്ലെങ്കിൽ ഡയറക്ടറോ അതിനനുസരിച്ചുള്ള ആളുകളാണ്. AO DO ഓഫീസുകളോ DDക്കോ മറ്റാളുകൾക്കൊന്നും ലീവ് പാസ്സാക്കാനുള്ള അധികാരങ്ങളില്ല. അതായത് സ്കൂളുകളിലെ ലീവ്. അപ്പോൾ ടീച്ചേഴ്സിന്റെ ലീവ് എല്ലാം പാസ്സാക്കുന്നത് ഹെഡ് മാസ്റ്റർ ആണ്. അതിന്റെ മീതെ
പിന്നെ അതിൽ വലിയ ലീവാണെങ്കിൽ, വലിയ ലീവ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ലീവുകളുണ്ട്. അത്തരം LW ആണെങ്കിൽ അത് പാസ്സാക്കുന്നത് പിന്നെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഡയറക്ടറാണ്. പിന്നെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ലീവ് എന്ന് പറയുന്നത് അതൊരു അവകാശമായി കാണരുത് എന്ന് KSRൽ പറയുന്നുണ്ട്. ലീവുകളുടെ കാര്യത്തിലൊക്കെ KERലുള്ള നമ്മളെ എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കും KSRലെ റൂളുകളാണ് ബാധകം. പിന്നെ പറയുന്നുണ്ട്, ഒരിക്കലും ഒരു HMS ക്ലാസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ആള് അവധി അപേക്ഷിച്ച ആ ലീവ് മാറ്റി മറ്റൊരു തരത്തിലുള്ള ലീവ് ആക്കി കൊടുക്കുന്നതിന് ഈ മാറ്റി കൊടുക്കുന്ന, അതായത് സാങ്ഷനിങ് അതോറിറ്റിക്ക് കഴിയില്ല. ഓഫീസർ കനോട്ട് ബി ആൾട്ടേർഡ് അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ സാങ്ഷനിങ് അതോറിറ്റി. സാങ്ഷൻ അതോറിറ്റിക്ക് ദ നാച്ചർ ഓഫ് ദ ലീവ് ഡ്യൂ ആൻഡ് അപ്ലൈഡ് ഫോർ ബൈ ആൻ ഓഫീസർ കനോട്ട് ബി ആൾട്ടേർഡ് അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദി സാങ്ഷനിങ് അതോറിറ്റി. സാങ്ഷനിങ് അതോറിറ്റിക്ക് അങ്ങനെ മാറ്റിയിട്ട് ലീവ് അനുവദിക്കാൻ കഴിയില്ല. പിന്നെ പ്രൊഫിക്സ് ചെയ്യുകയോ സഫിക്സ് ചെയ്യുകയോ ചെയ്യാം. അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, ലീവ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള ലീവുകളുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ അറിയേണ്ട കുറച്ച് ലീവുകളെ പറ്റി മാത്രമാണ് പറയുന്നത്. ഒന്ന്, ഏൺഡ് ലീവ് എന്ന് പറയുന്ന ആർജിതാവധി എന്ന് പറയുന്ന അവധിയാണ്. ഇത് പ്രത്യേകിച്ചും അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വെക്കേഷനുകളിൽ എന്തെങ്കിലും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ, എക്സാം പോലെയുള്ള ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് ആർജിതാവധി കിട്ടുന്നത്. വെക്കേഷൻ സ്റ്റാഫ് അല്ലാത്ത ഞങ്ങളെ പോലെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത്, പ്രത്യേകിച്ച് ഹെഡ് മാസ്റ്റർക്കും ഒക്കെ ആണെങ്കിൽ അത് ആകെ ഡ്യൂട്ടി ദിനത്തിന്റെ 1/11 അല്ലെങ്കിൽ ആദ്യത്തെ ഇയർ ആണെങ്കിൽ 1/22 എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അത് വ്യത്യസ്ത റൂളുകളാണ്. അധ്യാപകരെ സംബന്ധിച്ചോളം അധ്യാപകർക്ക് കണക്കാക്കുന്നത് അവര് N/V × 30 എന്ന് പറയുന്ന ഫോർമാറ്റിലാണ്. അതായത് വെക്കേഷൻ എത്ര ദിവസമാണോ അതിൽ എത്ര ദിവസമാണോ ഡ്യൂട്ടി ചെയ്തത് അതിന്റെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന N × V/30 എന്ന് പറയുന്ന ഫോർമുലയിലാണ് അധ്യാപകർക്ക് കണക്കാക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് അതിന്റെ റൂൾ എന്ന് പറയുന്നത് 80, 81, 86 എന്ന് പറയുന്ന 3 റൂളുകളിലാണ് KSRൽ ഇത് പറയുന്നത്. അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എന്താണ് N/V എന്നാണ് പറയുന്നത്. N എന്ന് പറയുന്നത് നമ്മൾ എത്ര ദിവസം വെക്കേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട്. V എന്ന് പറയുന്നത് വെക്കേഷൻ എത്ര ദിവസമാണ്. അത് നമുക്കറിയാം, ഓരോ കൊല്ലവും വെക്കേഷൻ ചിലപ്പോൾ 60 ആയിരിക്കാം, 61 ആയിരിക്കാം, 62 ആയിരിക്കാം, അങ്ങനെ വ്യത്യാസങ്ങൾ വന്നേക്കാം. അതാണ് N/V × 30 എന്ന് പറയുന്ന ഫോർമുല. അപ്പൊ ആ രീതിയിലാണ് അത് കണക്കാക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു കാര്യം, പിന്നെ അധ്യാപകരെ സംബന്ധിച്ചോളം അവരുടെ ആദ്യത്തെ ഇയർ ഓഫ് സർവീസിലെ വെക്കേഷന് ഏൺഡ് ലീവ് എലിജിബിൾ അല്ല എന്ന് KSRലെ റൂൾ ഉള്ളതാണ്. ഫസ്റ്റ് വെക്കേഷൻ എന്ന് പറയുന്നത് ഏൺഡ് ലീവ് കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നോ വിൽ ബി ഓഫ് കംപ്ലീറ്റഡ് 1 ഇയർ ഓഫ് സർവീസ് എന്ന് പറയുന്ന റൂൾ 86 പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ അടുത്ത ഒരു ലീവാണ് ഹാഫ് പേ ലീവ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ കംപ്ലീറ്റഡ് വർഷത്തിനും 20 വെച്ചിട്ടാണ് ഹാഫ് പേ ലീവ് ക്രെഡിറ്റിൽ കയറുന്നത്. അത് 1 ഇയർ കഴിഞ്ഞാലേ 20 ലീവ് കയറുള്ളൂ. പകുതി ആയാൽ 10 ലീവ് എടുക്കാൻ പറ്റില്ല. 1 ഇയർ കംപ്ലീറ്റ് ആയാൽ മാത്രമേ 20 ലീവ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 20 ലീവ് എടുക്കുന്നതിന് ഇങ്ങനെ കയറുന്ന 20 ലീവുകൾ ഓരോ വർഷവും ക്രെഡിറ്റ് ചെയ്യപ്പെടും. പരമാവധി എത്ര ലീവ് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റിൽ എത്ര ലീവ് ഉണ്ടോ അത്രയും ലീവ് എടുക്കുന്നതിന് യാതൊരുവിധ ലിമിറ്റുകളുമില്ല. പ്രൈവറ്റ് അഫയേഴ്സിലോ മെഡിക്കൽ സർട്ടിഫിക്കറ്റിലോ എടുക്കാം. ഈ ലീവിനെ തന്നെയാണ് നമ്മൾ കമ്മ്യൂട്ടർ ലീവ് എന്ന് പറയുന്ന റൂൾ 84 പ്രകാരമുള്ള കമ്മ്യൂട്ടർ ലീവ് ആക്കുന്നത്. അവിടെ കമ്മ്യൂട്ടർ ലീവ് എന്ന് പറയുന്നത് പ്രത്യേക ഒരു ലീവ് അല്ല. ഒരു കമ്മ്യൂട്ടർ ലീവ് എടുക്കുമ്പോൾ 2 ഹാഫ് പേ ലീവ് കുറയുന്നു. അതാണ് കമ്മ്യൂട്ടർ ലീവിന്റെ തത്വം. പ്രത്യേകമായിട്ടൊരു റൂൾ, ഒരു വിഭാഗം ലീവ് അല്ല. പക്ഷെ അവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, 3 വർഷം സർവീസ് ഉള്ള ഒരാൾക്ക് മാത്രമേ കമ്മ്യൂട്ടർ ലീവ് കൊടുക്കുകയുള്ളൂ. മറ്റുള്ളവർക്കെല്ലാം ഹാഫ് പേ ലീവ്, അതായത് 1 ഇയർ ആദ്യത്തെ ഫസ്റ്റ് ഇയർ സർവീസ് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഹാഫ് പേ ലീവ് എടുക്കാം. പക്ഷെ 3 വർഷം സർവീസ് കഴിഞ്ഞാലേ കമ്മ്യൂട്ടർ ലീവ് കിട്ടുകയുള്ളൂ. അതിന് പ്രത്യേകം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ടും എടുക്കാം, അതായത് പ്രൈവറ്റ് അഫയേഴ്സിനും എടുക്കാം. പിന്നെ മറ്റൊരു തരം ലീവാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലീവ് വിത്തൗട്ട് അലവൻസ് എന്ന് പറയുന്ന LWA എന്ന് പറയുന്ന. LWA തന്നെ പല തരത്തിലുള്ള LWAകളുണ്ട്. LWA എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടും ഒരു ലീവ് അക്കൗണ്ട് ഒന്നുമില്ല. കാരണം നമുക്കറിയാം, ശമ്പളമില്ലാത്ത ലീവാണ്. ഒരാൾക്ക് എത്ര ലീവ് എടുക്കാമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പരമാവധി 5 വർഷമാണ് ഒരാൾക്ക് വിദേശത്തേക്ക് പോകാനൊക്കെ ലീവ് എടുക്കുന്നതിനുള്ള ഒരു കാലാവധിയായിട്ട്. പണ്ടൊക്കെ 20 വർഷം വരെ കൊടുത്തിരുന്നു. അതിൽ തന്നെ ആ ലീവിന്റെ കാര്യത്തിൽ തന്നെ ആരൊക്കെ കൊടുക്കാം. അവിടെയും നമ്മൾ സർവീസിൽ കയറിയ ഒരു അധ്യാപകനെ സംബന്ധിച്ചോളം ആദ്യത്തെ 3 വർഷത്തിൻ്റെ ഉള്ളിൽ 3 മാസം വരെയേ ലീവ് കൊടുക്കാൻ പറ്റില്ല. അധ്യാപകനല്ല, അനധ്യാപകനാണെങ്കിലും
ആദ്യത്തെ 3 വർഷത്തെ സർവീസിന്റെ ഉള്ളിൽ 3 മാസമാണ് LWA കൊടുക്കാനുള്ള പെർമിഷൻ ഉള്ളത്. ആ 3 വർഷത്തിന് ശേഷം വേണമെങ്കിൽ പിന്നീട് ലീവ് കിട്ടുന്ന ഒരു സാഹചര്യമാണ് KSRലുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. അധ്യാപകരാണ് ഈ LWA എടുക്കുന്നതെങ്കിൽ, ലോങ് LWA ഒക്കെ എടുക്കുകയാണെങ്കിൽ മാർച്ച് മാസം വെക്കേഷൻ കൂടി കഴിഞ്ഞ് മാത്രമേ ജോയിൻ ചെയ്യാവൂ. പലരും വെക്കേഷൻ സാലറി കിട്ടുന്നതിന് വേണ്ടി വെക്കേഷന്റെ തൊട്ട് മുമ്പ് ജോയിൻ ചെയ്യുന്ന രീതിയിൽ ആപ്ലിക്കേഷനൊക്കെ അയച്ചാൽ ഇപ്പോൾ സർക്കാരിൽ നിന്നും DPIയിൽ നിന്നൊക്കെ മടക്കി തരുന്നുണ്ട്, വെക്കേഷൻ കൂടി ലീവ് ആക്കണം എന്നുള്ള രീതിയിൽ. കാരണം കൃത്യമായിട്ട് സർക്കുലർ ഉള്ള കാര്യമാണ്. ആ സർക്കുലറാണ് ഞാൻ അവിടെ കാണിച്ചത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പീസ്മീൽ ലീവ്. പീസ്മീൽ ലീവ് എന്ന് പറയുന്നത് പലപ്പോഴും പല ആളുകളുടെയും ഇടയിൽ കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ജൂൺ കഴിഞ്ഞ് ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ ലീവ് എടുക്കുകയും അവിടെ ഓണം വെക്കേഷൻ സഫിക്സ് ചെയ്യുകയും പിന്നെ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ക്രിസ്മസ് വരെ ലീവ് എടുക്കുകയും അത്തരത്തില് പീസ് മീലായി ലീവ് എടുക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് തന്നെ റൂൾ ഉള്ളതാണ്. അത് സർക്കാരും ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. നമ്മൾ ലീവ് അപേക്ഷ കൊടുക്കുമ്പോൾ സർക്കാരും അത് സമ്മതിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ വിദേശത്തേക്ക് പോവാൻ, അതുപോലെ അപ്പൻഡിക്സ് എന്ന് പറയുന്ന KSRൽ പറയുന്ന അനുബന്ധങ്ങൾ പ്രകാരം പലതരത്തിലുള്ള ലീവുകൾ വിദേശത്തേക്ക് പോകാനുണ്ട്. പിന്നെ വിദേശത്തുള്ള ഭാര്യയുടെയോ ഭർത്താവിന്റെ കൂടെ ജീവിക്കാനുള്ള ലീവുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഉപരി പഠനത്തിനുള്ള ലീവുകളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള LWAകളുണ്ട്. ഇതിനെല്ലാം പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രൊബേഷൻ പീരീഡിൽ, അതായത് ഒരാൾ പ്രൊബേഷനിൽ ഇരിക്കുമ്പോഴാണ്, പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്യാതെയാണ് ഒരാൾ ഇത്തരത്തിലുള്ള ലീവ് എടുക്കുന്നതെങ്കിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ LWA അപ്പൻഡിക്സ് A പ്രകാരമുള്ള 12A പ്രകാരമുള്ള ലീവ് എടുക്കുന്നതെങ്കിൽ, അദ്ദേഹം പ്രൊബേഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആദ്യം പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണം. അതായത് 1 ഇയർ പിന്നെയും കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് പ്രൊബേഷൻ പീരീഡിൽ ലീവ് എടുക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ ലീവ് എടുക്കുന്നത് അവനവന്റെ സർവീസ് നഷ്ടപ്പെടുന്നതിന് സാഹചര്യം ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ നമുക്കറിയാം പ്രധാനപ്പെട്ട മറ്റ് ഒരു ലീവാണ് മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്ന റൂൾ 100 പ്രകാരമാണ്, KSRലെ റൂൾ 100 പ്രകാരമാണ് മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത്. 180 ദിവസമാണ് ഇപ്പോൾ മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത്. അപ്പൊ അതില് ഒരു പ്രധാനപ്പെട്ട വളരെ വർഷങ്ങളായിട്ട് നമ്മൾ അധ്യാപകരുടെ ഇടയിലുള്ള ഒരു പ്രശ്നവും ഇപ്പൊ അടുത്ത കാലത്തൊക്കെ ആയിട്ട് കുറെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു പ്രശ്നമുള്ളതാണ് ഈ മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നതിന്റെ കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത് എന്ന് മുതൽ എന്ന് വരെയാണ് തുടങ്ങേണ്ടത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും ഇവിടെ പറയുന്നുണ്ട്. അവര് എന്നാണോ ഒരു പിന്നെ വനിത അല്ലെങ്കിൽ ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു ജീവനക്കാരി എന്നാണോ പ്രസവിക്കുന്നത്, ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ സെന്റർ ആക്കണം എന്നാണ് പറയുന്നത്. ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ് എന്നാണ് കൃത്യമായിട്ട് പറയുന്നത്. അതായത് പലപ്പോഴും മുൻപ് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ അധ്യാപകരുടെ കാര്യത്തിലാണെങ്കിൽ വെക്കേഷൻ ലീവ് ആയതുകൊണ്ട് വെക്കേഷനിൽ പ്രസവിച്ചാൽ ജൂൺ 1 തീയതി മുതൽ ലീവ് കൊടുക്കുന്ന ഒരു സാഹചര്യം പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്കറിയാം കുറെ കേസുകൾ വരികയും അതെല്ലാം തിരിച്ചടപ്പിക്കുകയും, അതായത് വെക്കേഷനിൽ ഇടയിലാണ് പ്രസവിച്ചതെങ്കിൽ, ഉദാഹരണത്തിന് ഏപ്രിൽ മാസം കഴിഞ്ഞ് മെയ് മാസം 1 തീയതിയാണ് പ്രസവിച്ചതെങ്കിൽ അന്ന് മുതൽ തന്നെ 180 ദിവസം വെക്കേഷൻ ആണെങ്കിൽ പോലും അത് ലീവ് ആവും എന്നാണ് KSRലുള്ള റൂള്. അത് മാത്രമല്ല, അത് 1988 തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അത് അത്തരത്തിൽ റൂള് തന്നെ, അതായത് ഡിവിഷൻ ബെഞ്ചിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിവിഷൻ ബെഞ്ച് ഒരു ജഡ്ജ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് സെറ്റിൽഡ് ലോ എന്നുള്ള രീതിയിലാണ്, സിംഗിൾ ബെഞ്ച് അല്ല, ഡിവിഷൻ ബെഞ്ച് റൂൾ. ഇപ്പൊ ഡിവിഷൻ ബെഞ്ച് കൃത്യമായിട്ടും റൂൾ ചെയ്ത ഒരു കാര്യമാണ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ് ആണ് അതിന്റെ സെൻട്രൽ. ആ കൺഫൈൻമെന്റ് വരെയോ കൺഫൈൻമെന്റിന് ശേഷമോ ഈ 6 മാസം ആവാം, പക്ഷെ കൺഫൈൻമെന്റ് ഉൾപ്പെടണം എന്നുള്ളതാണ് അതിലുള്ള പ്രധാനപ്പെട്ട കാര്യം. അത് കാരണം പലപ്പോഴും ഇതൊരു കൺഫ്യൂഷൻ ആവാറുണ്ട്. എന്താണ് ഈ മെറ്റേണിറ്റി ലീവിന്റെ പ്രശ്നം എന്ന് പലർക്കും അറിയില്ല. മെറ്റേണിറ്റി ലീവിന്റെ പ്രശ്നം ഇതേ ഉള്ളൂ, വെക്കേഷനിലാണ് ഒരു പ്രസവം നടക്കുന്നതെങ്കിൽ ആ വെക്കേഷനിൽ എന്നാണോ പ്രസവിക്കുന്നത് അന്ന് മുതലാണ് 180 ദിവസം കണക്കാക്കുന്നത്. അന്ന് മുതലാണ് ലീവ് എടുക്കുന്നതെങ്കിൽ അന്ന് മുതലാണ് 180 ദിവസം കണക്കാക്കുന്നത്. അത് വെക്കേഷൻ കൂടി അതിൽ ഉൾപ്പെട്ടു പോകും. ഇതാണ് വെക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് അധ്യാപകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ മെറ്റേണിറ്റി ലീവ് ഇതിന് മാത്രമല്ല, നമുക്കറിയാം 101 പുതിയ റൂള് പ്രകാരം നമുക്ക് മിസ്കാരേജിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഹിസ്റ്ററക്ടമി എന്ന് പറഞ്ഞ് 2012 മുതൽ യൂട്രസ് റിമൂവലിന് 45 ഡേയ്സും മറ്റേതിന് 42 ഡേയ്സും, അതായത് 6 വീക്സ് ആണ് മിസ്കാരേജിന് കൊടുക്കുന്നത്. ഹിസ്റ്ററക്ടമിക്ക് കൊടുക്കുന്നത് 45 ഡേയ്സ് ആണ്.
അത് കൃത്യമായിട്ടും അതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. മെറ്റേണിറ്റി ലീവിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നില്ല. പിന്നെ മെറ്റേണിറ്റി ലീവ് മറ്റ് ലീവുകളുമായിട്ട് കമ്പൈൻ ചെയ്യാം. മെറ്റേണിറ്റി ലീവിനോട് തുടർന്ന് തന്നെ വേണമെങ്കിൽ പിന്നെ LWA കൊടുക്കാം. അതിന് മാത്രം കൃത്യമായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് പറയുന്നുണ്ട്. മറ്റെല്ലാ മെഡിക്കൽ ഗ്രൗണ്ടിലുള്ള ലീവുകൾക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ മെറ്റേണിറ്റി ലീവിനോട് ചേർന്ന് മറ്റുള്ള ലീവുകൾ ഉണ്ടെങ്കിൽ ആ ലീവുകൾ കൊടുക്കാം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തടസ്സപ്പെടുത്തരുത് എന്നുകൂടി പറയുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ പുതിയ 2013 മുതലുള്ള ഒരു കാര്യമാണ് പെറ്റേണിറ്റി ലീവ്. 10 ദിവസമാണ് പെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത്. ആ 10 ദിവസം എന്ന് പറയുന്നത് 3 മാസത്തിനുള്ളിൽ, ഡേറ്റ് ഓഫ് ഡെലിവറിക്ക് ശേഷം 3 മാസത്തിനുള്ളിലാണ് ഈ പെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത്. അതിനും എന്ത് വേണം? മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമുക്കറിയുന്ന മറ്റൊരു കാര്യം, നമുക്ക് പലപ്പോഴും വേണ്ടി വരുന്ന ഒരു കാര്യമാണ്, വിദേശത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എത്ര ദിവസം വരെ പോവാം എന്നുള്ളത്. പരമാവധി വിദേശത്തുള്ള നമ്മളുടെ കുട്ടികളെയൊക്കെ കാണുന്നതിനാണെങ്കിൽ 6 മാസം വരെ നമുക്ക് പോവാൻ പ്രത്യേകിച്ച് സർക്കാർ തന്നെ 2011 ജീവോ 4/11 പ്രകാരം പെർമിഷൻ നൽകിയിട്ടുണ്ട്. നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഹാഫ് പേ ലീവോ ഏൺഡ് ലീവോ കമ്മ്യൂട്ടർ ലീവോ LWA തന്നെ എടുത്തിട്ട് പോകാം. ഈ നിയമനാധികാരിയുടെ, അതായത് നമ്മൾ എയ്ഡഡ് സ്കൂൾ ആണെങ്കിൽ അവിടുത്തെ HM-ന്റെയും മാനേജറുടെയും ഒക്കെ അനുമതി വേണം എന്ന് മാത്രമേ ഉള്ളൂ. ലീവ് അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ ഈ കൃത്യം കാര്യമായി എഴുതി ആ ഇന്ന കാര്യത്തിനാണ് പോകുന്നത് എന്ന് എഴുതി കൊടുത്താൽ അതിൽ തന്നെ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് 2011 ഉത്തരവുണ്ട്. പിന്നെ അതുപോലെ ഇനി മറ്റൊരു, നമുക്ക് പലപ്പോഴും ഈ ലീവ് എന്ന് പറയുമ്പോൾ അതിൽ കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് കാഷ്വൽ ലീവ് എന്ന് പറയുന്നത്. കാഷ്വൽ ലീവ് എന്ന് പറയുന്ന ഒരു ലീവായിട്ട് കണക്കാക്കുന്നില്ല. അധ്യാപകർക്കാണെങ്കിൽ ഒരു കലണ്ടർ വർഷം 15 ദിവസവും അനധ്യാപകർക്കാണെങ്കിൽ 20 ദിവസവുമാണ് കാഷ്വൽ ലീവ് കൊടുക്കുന്നത്. എന്ത് തന്നെയായാലും അതിലുള്ള ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരിക്കലും ആബ്സെൻസ് 15 ദിവസത്തിലധികം എക്സീഡ് ചെയ്യാൻ പാടില്ല. അതായത് ഒരു കാഷ്വൽ ലീവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശനി ഞായറൊക്കെ കൂട്ടി കാഷ്വൽ ലീവും കൂട്ടി 15 ദിവസത്തിലധികം ഒരു ആബ്സെൻസ് വരാൻ പാടില്ല എന്ന് മാത്രമേ അവിടെയുള്ളൂ. 15 ദിവസത്തിനുള്ളിലുള്ള ആബ്സെൻസ് ആണെങ്കിൽ എത്ര ദിവസം വരെയും 15 ദിവസം വരെയും കാഷ്വൽ ലീവ് കൊടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല. 15 ദിവസം ഒന്നിച്ച് കൊടുക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഇടയിൽ എന്തായാലും ഒരു ഞായറാഴ്ച വരും. അപ്പോൾ ആബ്സെൻസ് 16 ദിവസമാവും. അപ്പം അതുകൊണ്ട് അത്തരത്തിൽ വരില്ല. ആബ്സെൻസ് 15 ദിവസത്തിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് കാഷ്വൽ ലീവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ കവർ ചെയ്തത് പ്രധാനമായിട്ടും കുറച്ച് ഓടിച്ചു പോവുകയാണ് ചെയ്തത്, കാരണം അത്യാവശ്യം കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഒരു നിയമനാംഗീകാര പ്രപ്പോസൽ വരുന്ന സമയത്ത് മാനേജറാണ് പ്രപ്പോസൽ കയറ്റുന്നത്. അതിൽ ഹെഡ് മാസ്റ്റർ ആകെ ചെയ്യുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ജോയിനിങ് റിപ്പോർട്ടും പിന്നീട് സ്റ്റാഫ് ലിസ്റ്റും ഹെഡ് മാസ്റ്റർമാർ തന്നെയാണ് പലപ്പോഴും തയ്യാറാക്കി കൊടുക്കുന്നത്. ഒപ്പിട്ട് കൊടുക്കുന്നത് മാനേജർ ആയിരിക്കാം. ഇത് രണ്ടുമാണ് ഒരു ഹെഡ് മാസ്റ്റർ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ അറിയുന്നുള്ളൂ. പക്ഷേ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വേണ്ട ഡോക്യുമെന്റ്സ് എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, നിയമനാംഗീകാരവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ഒരു റൂളിന്റെ വശം എന്താണ് എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അതുപോലെ പ്രൊബേഷൻ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, അതിനുശേഷം ലീവുകൾ കുറേ ലീവുകളുണ്ട്. ഹോസ്പിറ്റൽ ലീവ് ഉണ്ട്, ഡിസബിലിറ്റി ലീവ് ഉണ്ട്, കോമ്പൻസേറ്ററി ലീവ് ഉണ്ട്, അങ്ങനെ കുറേ ലീവുകളുണ്ട്. അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ പറയാത്തത്, അത്തരം ലീവുകളൊന്നും സാധാരണഗതിയിൽ ആവശ്യം വരാറില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇന്ന് ഓൺലൈനിൽ തന്നെ നമുക്ക് ഒരുപാട് സൈറ്റുകളും പിന്നെ അധ്യാപക സംഘടനകളുടെ സൈറ്റുകളിലൊക്കെ തന്നെ ഇത്തരം ആർട്ടിക്കിളുകളും കാര്യങ്ങളും ഉള്ളതാണ്. KSTA പോലെയുള്ള സംഘടനകളിലുള്ള അധ്യാപകർ പലപ്പോഴും ചെയ്യാത്തൊരു കാര്യം, അവരുടെ മിക്കവാറും സംഘടനകളുടെ എല്ലാം ഡയറികളിലെ ആദ്യത്തെ ഒരു 1, 2, 4, 5 പേജുകളിൽ ഈ സർവീസ് മാറ്റേഴ്സ് കൺക്ലൂഡ് ചെയ്ത് വളരെ ഷോർട്ടായിട്ട് അറിയേണ്ട കാര്യങ്ങൾ പലപ്പോഴും എഴുതാറുണ്ട്, പക്ഷേ പ്രിന്റ് ചെയ്ത് വയ്ക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും അത് നമ്മൾ നോക്കാത്ത, ഞങ്ങളൊക്കെ പലപ്പോഴും അത്തരം ഡയറികളാണ് നമ്മൾ നോക്കാറുള്ളത്, പെട്ടെന്നൊരു അത്യാവശ്യത്തിന് വരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നോക്കി ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉന്നയിക്കാം. സാറേ, ഞാനേ ഒരു നിലവിലുള്ള ഒരു പ്രശ്നം പറഞ്ഞുതരാം, അവിടുന്ന് ക്ലിയർ ചെയ്യണേ. നമ്മുടെ EL ബന്ധപ്പെട്ട് എല്ലാ സ്കൂളിലും ഇൻക്ലൂഡിങ് ക്ലർക്സിനടക്കമുള്ള ഒരു സംശയമാണ്. EL അത് സറണ്ടർ ചെയ്യുമ്പോൾ മാത്രമാണ് സർവീസ് ബുക്കിൽ ക്രെഡിറ്റ് വരുത്തേണ്ടുള്ളൂ എന്നുള്ളത്. അത് EL എന്ന് പറയുന്നത് സറണ്ടർ ചെയ്യാൻ മാത്രമല്ല, അതൊന്ന് വ്യക്തമായി കൊടുത്തു അവർക്ക്. അതന്നെ, അതില് ഒരു സംശയത്തിനും ഇടയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, കൃത്യമായി KSR പ്രകാരം 80, 86, 85 പറയുന്ന റൂളുകളിലാണ് ഏൺഡ് ലീവ് എങ്ങനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സറണ്ടർ ചെയ്യേണ്ടത്. അപ്പൊ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം,
നമുക്ക് സറണ്ടർ ചെയ്യേണ്ടി വരുമ്പോൾ മാത്രമാണ് പലപ്പോഴും നമ്മൾ ഏൺഡ് ലീവ് ക്രെഡിറ്റ് ചെയ്യാറുള്ളത്. കാരണം സറണ്ടർ ചെയ്യാതെ ഏൺഡ് ലീവ് എടുക്കുന്ന ആൾക്കാർ കമ്മി ആയതുകൊണ്ട് പലപ്പോഴും ഏൺഡ് ലീവ് ക്രെഡിറ്റ് ചെയ്യാറില്ല നേരത്തെ എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് സറണ്ടർ ചെയ്യുന്നതിന് മാത്രമല്ല ഏൺഡ് ലീവ് എപ്പോഴും ക്രെഡിറ്റ് ചെയ്യാം. അങ്ങനെ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ അധ്യാപകരുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് ഒരു ചെറിയൊരു കാര്യമുണ്ട്. ഇപ്പൊ N/B × 30 എന്ന് പറയുന്ന ഫോർമുലയിൽ പലപ്പോഴും ദശാംശം വരും. അങ്ങനെ വരുമ്പോൾ റൂൾ 86 തന്നെ പറയുന്നുണ്ട് N/Bയിൽ 30 വരുമ്പോൾ അതിൽ 0.5 മീതെ വന്നാൽ 5 മീതെയോ വന്നാൽ അടുത്ത നമ്പർ ആയിട്ട് എടുക്കാം. അതായത് ഒരു അക്കാഡമിക് ഇയറിൽ ഇപ്പോൾ ഉദാഹരണത്തിന് 22-23 ഒരു അധ്യാപകൻ വെക്കേഷൻ ഡ്യൂട്ടിയിൽ പോയി. അദ്ദേഹത്തിന് അവിടെ 5 ദിവസമാണ് ലീവ് വെക്കേഷനിൽ ട്രെയിനിങ്ങിന് പോയതെങ്കിൽ അവിടെ കിട്ടുന്നത് 2.5 ആണെങ്കിൽ 3 ദിവസം എടുക്കാം. ആ 3 എന്ന് പറയുന്നത് 3 അപ്പം തന്നെ ക്രെഡിറ്റ് ചെയ്യാം. അടുത്ത വർഷം വീണ്ടും അവിടെ ഒരു 3 ദിവസം വരികയാണെങ്കിൽ 3 കൂട്ടി 6 ദിവസം അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത അക്കാഡമിക് ഇയറിൽ അദ്ദേഹത്തിന് സറണ്ടർ ചെയ്യാം. അതിനൊന്നും തടസ്സമില്ല. ഓരോ വർഷത്തെയും പ്രത്യേകമായിട്ട് സറണ്ടർ ചെയ്യേണ്ടതില്ല. നിലവിൽ ക്രെഡിറ്റിൽ എത്രയാണോ ഉള്ളത് അത് സറണ്ടർ ചെയ്യാം. റിട്ടയർ ചെയ്യുന്നതിന് മുൻപ് പരമാവധി ഒരു വർഷം ഒരു കലണ്ടർ ഇയറിൽ അല്ല ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇപ്പോഴത്തെ നിലവിലത്തെ നിയമപ്രകാരം 30 ദിവസം മാത്രമേ പരമാവധി സറണ്ടർ ചെയ്യാൻ കഴിയൂ എന്ന് മാത്രമേ ഉള്ളൂ. റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഇനി ഇപ്പോഴൊന്നും സറണ്ടർ ചെയ്തില്ലെങ്കിൽ റിട്ടയർ ചെയ്യുന്ന സമയത്ത് 300 ദിവസം വരെ ഒരാൾക്ക് സറണ്ടർ ചെയ്യാം. സറണ്ടറുമായി ബന്ധപ്പെട്ടിട്ടേ ഈ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് പല സമയത്ത് പല രീതി വരും. ചിലപ്പോൾ ട്രഷറി പറയും ഒറിജിനൽ ട്രഷറിയിൽ വേണമെന്ന്, ഓഡിറ്റ് വരുമ്പോൾ ഒറിജിനൽ നമ്മൾ സ്കൂളിൽ സൂക്ഷിക്കണം. 2 രീതിയിലൊരു പ്രശ്നം ചില സമയത്ത് നിൽക്കുന്നുണ്ട്. അതായത് യഥാർത്ഥത്തിൽ ട്രഷറിയിലെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ചോദിക്കേണ്ട കാര്യം ശരിക്കും ഇല്ല. കാരണം ലീവ് ക്രെഡിറ്റ് ചെയ്യുന്നതും ലീവിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ആരാണോ മേലധികാരി എങ്കിൽ അദ്ദേഹമാണ് ലീവ് ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് ആ ലീവ് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് അതായത് ഫയലിൽ സൂക്ഷിക്കുകയോ പണ്ടൊക്കെ ആണെങ്കിൽ സർവീസ് ബുക്കിൽ ഒട്ടിക്കുന്ന രീതി കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ എല്ലാ വർഷവും പിന്നെ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് നമുക്കത് എല്ലാ വർഷവും ഉള്ള ഡ്യൂട്ടി സർട്ടിഫിക്കറ്റുകൾ സർവീസ് ബുക്കിൽ ഒട്ടിച്ചു വെക്കുന്നത് പ്രായോഗികമല്ല. മാത്രമല്ല 2021 ശേഷം കയറിയവർക്ക് സർവീസ് ബുക്ക് തന്നെ മാൻഡേറ്ററി അല്ല. അപ്പൊ അതുകൊണ്ട് മാൻഡേറ്ററി അല്ല എന്നല്ല, സർവീസ് ബുക്ക് തന്നെ സൂക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സർവീസ് ബുക്കിൽ ഒട്ടിക്കാതെ തന്നെ ഇത് കൃത്യമായി ഒരു ഓഡിറ്റ് വരെ നമ്മളത് സൂക്ഷിച്ചു വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ട്രഷറി ചോദിക്കുന്നതിന് നമുക്ക് നമ്മളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ട്രഷറിക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാലും ട്രഷറിക്കാർ ചോദിക്കുക. അപ്പോൾ പലപ്പോഴും ചെയ്യുന്നത് ട്രഷറിക്ക് ഒറിജിനൽ കൊടുക്കുകയും അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താൽ ചില ട്രഷറികൾ സമ്മതിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒറിജിനൽ കൊടുക്കുകയും ഡ്യൂപ്ലിക്കേറ്റ് നമ്മളുടെ ഫയലിൽ എടുത്തു വെക്കുകയാണ് ചിലപ്പോൾ ചെയ്തു വരുന്നത്. ഇത് ഞാൻ പറഞ്ഞ ചില പ്രാക്ടീസുകൾ കൂടിയുണ്ട്, റൂളുകൾ മാത്രമല്ല പലപ്പോഴും ചില പ്രാക്ടീസുകൾ കൂടിയുണ്ട്. ട്രഷറിക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യണമെന്ന് എവിടെയും പറയുന്നില്ല, ഒരു റൂളിലും ഇല്ല ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് വെച്ചാലേ ബില്ല് കിട്ടുള്ളൂ എന്ന്. പക്ഷെ അവരത് ആവശ്യപ്പെടുന്നു. അത് കൊടുത്തില്ലെങ്കിൽ നമ്മളുടെ കാര്യം ഹലോ, സൗണ്ട് മ്യൂട്ട് ആയാലോ? അതെ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ മാഷെ? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഹലോ, ഇടയ്ക്ക് വെച്ച് ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ട്രഷറിയിൽ കൊടുക്കണം എന്ന് എവിടെയും വ്യക്തമാക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു റൂൾ ഇല്ല. നമ്മൾ പണ്ടൊക്കെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെയാണ് ട്രഷറിയിൽ ബില്ല് കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പൊ ട്രഷറിക്കാര് അത് ആവശ്യപ്പെടുകയും അത് ആവശ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വിവരാവകാശം വെച്ചിട്ടുണ്ടായിരുന്നു പണ്ട് ഫിനാൻസിക്കും വിദ്യാഭ്യാസ വകുപ്പിലേക്കൊക്കെ. അപ്പൊ മറുപടി വന്നത് ഇത് ഇന്റേണൽ ഓഡിറ്റിന് വേണ്ടി സ്കൂളിൽ സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അല്ല, അതാണ് എന്റെ ചോദ്യം ചോദ്യം കൃത്യമാണ്, ആ ഉത്തരവും കൃത്യമാണ്. ഇന്റേണൽ ഓഡിറ്റിന് വേണ്ടി മാത്രമേ സൂക്ഷിക്കേണ്ടതുള്ളൂ. കാരണം ഹെഡ് മാസ്റ്റർ ആണ് ലീവ് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പൊ ഹെഡ് മാസ്റ്റർ ആണ് എടുത്തു വെക്കേണ്ടത്. നാളെ ഒരു ഓഡിറ്റ് വരുമ്പോൾ ഹെഡ് മാസ്റ്ററോട് എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ലീവ് ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഹെഡ് മാസ്റ്റർ പറയാണ് ഇന്ന ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് പ്രകാരമാണ് എന്ന് പറയേണ്ടത് ഹെഡ് മാസ്റ്റർ ആണ്. അപ്പൊ നമ്മളിപ്പോ തൽക്കാലം അതിന്റെ ട്രഷറിക്കാർ ചോദിക്കുമ്പോൾ ട്രഷറിക്കാരോട് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ എന്ത് പറഞ്ഞാലും അവർ ചിലപ്പോൾ സമ്മതിച്ചു എന്ന് വരില്ല. അതാണ് വിഷയം. അതിന് ഇതിൽ വേറെ ചോദ്യം ചോദിച്ചു ഞാനേ, 10 എൺ ലീവ് ഉണ്ട്, ഞാൻ 5 എൺ ലീവ് ഈ വർഷവും 5 എൺ ലീവ് അടുത്ത വർഷം സറണ്ടർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കൊണ്ടുവന്ന് ചോദിച്ചു. അതിന് ഒരു മറുപടി ഇല്ല. അതായത് പ്രായോഗിക വശം. അതെ, അത് ഞാൻ പറഞ്ഞില്ലേ, അത് ചില പ്രാക്ടീസുകൾ, അതായത് ഇത് എന്താ സംഭവിക്കുന്നതെങ്കിൽ ഇപ്പൊ ഒരു ട്രഷറിയിലെ ഉദ്യോഗസ്ഥൻ മറ്റൊരു ട്രഷറിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ചിലപ്പോൾ മേടിച്ചിട്ടുണ്ടാവും. അപ്പൊ അയാൾ ഇവിടെ വന്നിട്ട് പറയാണ് ഇത് വേണം എന്ന് പറയാണ്. അപ്പൊ നമ്മൾ ഓഫീസുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ഈവൻ ട്രഷറിയിലാണെങ്കിലും നമ്മൾ ചെയ്തു വരുന്നത് പലതും ഈ പറയുന്ന ചട്ടങ്ങൾക്കോ അല്ലെങ്കിൽ റൂളുകൾക്കോ ഒന്നും രീതിയിലല്ല. ചില പ്രാക്ടീസുകളുണ്ട്. അപ്പൊ ആ പ്രാക്ടീസിൽ എവിടെയോ ഒരാൾ ആദ്യം ഈ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിലുള്ള മിക്കവാറും എല്ലാ ട്രഷറികളിലും ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആവശ്യപ്പെടുന്നതിന്റെ കാര്യമില്ല. പക്ഷെ അത് നമ്മൾ വല്ല സംഘടനാ തലത്തിലൊക്കെ വല്ല റെപ്രസെന്റേഷനും അയച്ച് ഫിനാൻസിലേക്ക് അയച്ച് ഫിനാൻസിൽ നിന്ന് ട്രഷറി ഡയറക്ടർക്ക് കൊടുത്ത വല്ല നിർദ്ദേശം കൊടുത്താൽ മാത്രമേ അത് നിർത്താൻ കഴിയുള്ളൂ. അതിനെന്ന് ഹെഡ് മാഷന്മാരെ സ്വന്തം വില അറിയാതെ കേൾക്കുമ്പോഴേക്കും കൊണ്ടേ കൊടുത്ത് ശീലാക്കിയതാണ് പണ്ടാരോ. അതുകൊണ്ട് അതിന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കണമെങ്കിൽ ചോദിക്കാം ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളില്. സാറേ, നമുക്ക് ഒരുപാട് വിഷയങ്ങളായത് കാരണം കൊണ്ട് നമുക്ക് എല്ലാത്തിലും ഡൗട്ടുകൾ എല്ലാത്തിലും രാജേഷ് TRK ഹയർ സെക്കൻഡറി സ്കൂൾ വാണിയംകുളം. പറയൂ. നമുക്ക് ഒരുപാട് വിഷയമായതുകൊണ്ട് എല്ലാ വിഷയത്തിലും നമുക്ക് ചെറിയ ചെറിയ ഡൗട്ടുകൾ എല്ലാത്തിലും ഉണ്ടായിരുന്നു. ഞാൻ അതെല്ലാത്തിലും കടന്നു ചോദിക്കുന്നില്ല. പക്ഷെ ഈ സമന്വയമായിട്ട് ബന്ധപ്പെട്ട് സമന്വയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. സമന്വയില് അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള മറ്റേ അപ്പോയിന്റ്മെന്റ് ഓർഡർ അയക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പ്രൊമോഷൻ സമന്വയ വഴി ആണോ വരാറുള്ളത് എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്. അതുപോലെ അതോടൊപ്പം ഈ സമന്വയയിൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് പിന്നീട് തിരുത്തലുകൾക്ക് വല്ല സാധ്യതയും ഈ സമന്വയ പോർട്ടലിലുണ്ടോ എന്നുള്ളതും കൂടെ അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. കൂടെ ഒരു ചോദ്യം കൂടി ഉണ്ട്. നമ്മളിപ്പോൾ LWയുടെ കാര്യം പറഞ്ഞു, ലീവ് വിത്തൗട്ട് അലവൻസിന്റെ കാര്യം പറഞ്ഞു. ഈ ലീവ് വിത്തൗട്ട് അലവൻസ് എന്ന് പറയുന്നത് അപ്രൂവൽ ആവാത്ത അധ്യാപകർ ലീവ് വിത്തൗട്ട് അലവൻസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏത് രീതിയിലാണ് അത് അപ്രൂവൽ കിട്ടുമ്പോൾ അതിനെ കൺസിഡർ ചെയ്യുക എന്നുള്ളത്. അതുപോലെ ഇപ്പോൾ നമ്മൾ നോഷണൽ അംഗീകാരം കൊടുക്കുന്നുണ്ട്. ഈ നോഷണൽ അംഗീകാരം കൊടുക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞിട്ടുള്ള ലീവുകളൊക്കെ എലിജിബിൾ ആണോ എന്നുള്ളതും കൂടെ ഡൗട്ടുണ്ട്. മറ്റ് പലതിലും ഒരുപാട് ഡൗട്ടുണ്ട്. ഈ രണ്ടെണ്ണം സ്റ്റിക്ക് ഓൺ ചെയ്ത് ചോദിക്കാവുന്ന 2 ചോദ്യങ്ങളാണെന്ന് മറുപടി പ്രതീക്ഷിക്കുന്നു. ഞാൻ മാഷ് ചോദിച്ചതിന് 3 പറയാം. അതായത് മാഷ് ചോദിച്ചത് ഒന്ന് സമന്വയ വഴി പ്രൊമോഷന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. അപ്പൊ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ KR പ്രകാരം പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ പോലും അത് KSSRൽ നിന്നും തികച്ചും വിഭിന്നമാണ് KRലെ റൂളുകൾ. KRൽ ഒരു പ്രൊമോഷൻ നടത്തുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് നടത്തുന്ന അതേപോലെ തന്നെയാണ്. അതിൽ നേരത്തെ പറഞ്ഞു ചില നിയമനാംഗീകാര പ്രൊപ്പോസൽ, ഒരു ഫ്രഷ് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് കുറെ രേഖകൾ ആവശ്യമാണ്. പക്ഷെ ഒരു പ്രൊമോഷൻ കൊടുക്കുന്ന സമയത്ത് അത്തരം കുറെ രേഖകൾ ആവശ്യമില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിയമന ഉത്തരവ് അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളെല്ലാം വേണം. അവിടെ വേണ്ടാത്ത ചില കാര്യങ്ങൾ, ഇപ്പൊ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് വേണ്ട, അതുപോലെ ക്വാളിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് ചിലപ്പോൾ വേണ്ടി വന്നേക്കില്ല. കാരണം ഇതേ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഇതേ ക്വാളിഫിക്കേഷൻ കൊണ്ടായിരിക്കാം ഇദ്ദേഹം നേരത്തെ തന്നെ സർവീസിൽ തുടർന്ന് വന്നിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന്റെ സർവീസ് ബുക്കിന്റെ കോപ്പി മതിയായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമന്വയ വഴി, സമന്വയ അല്ലാതെ മാനുവലായിട്ട് ചെയ്യുന്ന കാലത്തും പ്രൊമോഷൻ ചെയ്യുമ്പോൾ അത് ഡയറക്ടർ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് പ്രൊമോഷൻ. ഒരു കൃത്യമായ ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ തന്നെയാണ് മാനേജർ ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് സമന്വയ വഴി തന്നെയാണ് ചെയ്യുന്നത്. സമന്വയ വഴി തന്നെയാണ് മാനേജർ ഒരാളെ പ്രൊമോട്ട് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ നൽകി ആ നിയമന ഉത്തരവ് സമർപ്പിക്കേണ്ടത് സമന്വയ വഴി തന്നെയാണ്. അതാണ് മാഷി ചോദിച്ച ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, സമന്വയ വഴി മാനേജർ ഒരു സാധനം അപ്ലോഡ് ചെയ്തു, അല്ലെങ്കിൽ അതിൽ കുറെ കാര്യങ്ങൾ ഫില്ലപ്പ് ചെയ്യാനുണ്ട്. അതായത് മാനേജർക്ക് സമന്വയയിൽ പ്രൊപ്പോസൽ കൊടുക്കുന്ന സമയത്ത് 4
ഫോമുകളാണുള്ളത്. ആ ഫോമുകളിൽ ആദ്യത്തെ എന്ന് പറയുന്നത് കുറെ ഡാറ്റ ഫില്ലപ്പ് ചെയ്യാനുള്ളതാണ്. അതായത് ഈ അധ്യാപകന്റെ പേര്, അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങി കുറെ കാര്യങ്ങളുള്ള ഒരു ഫോർമാറ്റാണ്. പിന്നെ അദ്ദേഹത്തിന്റെ യോഗ്യതകൾ, മറ്റ് രേഖകൾ, ഇങ്ങനെയുള്ള ഫോംസ് ആണ് ഫില്ലപ്പ് ചെയ്യുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റിൽ ഒരു തെറ്റുണ്ടെങ്കിൽ അത് മാനേജർക്ക് ബോധ്യപ്പെടുകയോ അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ബോധ്യപ്പെടുകയോ ചെയ്താൽ ഓഫീസിൽ നിന്ന് അത് അൺലോക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും. അതായത് ഏത് പേജാണോ അൺലോക്ക് ചെയ്യേണ്ടത്, ഇപ്പൊ നേരത്തെ പറഞ്ഞു അധ്യാപകന്റെ പേര് കൊടുക്കുന്ന സമയത്ത് അത് ആ പേരിൽ ഒരു കറക്ഷൻ വന്നു, അല്ലെങ്കിൽ അവിടെ ഒരു കാര്യം ചെയ്യുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്തത് തെറ്റ് വന്നുവെങ്കിൽ അത് ഓഫീസിൽ കറക്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഓഫീസിൽ നിന്ന് അത് അൺലോക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും. അത് അൺലോക്ക് ചെയ്ത് കൊടുത്താൽ മാനേജർക്ക് അവിടെ അത് കറക്റ്റ് ചെയ്യാം. കറക്റ്റ് ചെയ്താൽ വീണ്ടും ഇവിടെ അത് ലോക്ക് ചെയ്യും. മാനേജർക്ക് ഒരു തെറ്റ് പറ്റിയാലും അത് അവിടെ ചെയ്യാം. പക്ഷെ ഒരു കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് മാനേജർ തെറ്റായിട്ടുള്ള കുറെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാനേജർക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കറക്റ്റ് ചെയ്യാം. ഡാറ്റ ഏത് കൊടുത്താലും അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അടുത്തൊരു ചോദ്യം ചോദിച്ചത്, നമ്മളെ ഈ പ്രൊവിഷണൽ അപ്പോയിന്റീസിന് നമുക്ക് നിലവിലറിയാം ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ വരുന്നത് 2021 മുതലാണ്. ആദ്യത്തെ ഉത്തരവ് ഇറങ്ങുന്നത് 8/11/21 അതിനുശേഷം ഇത് ഹൈക്കോടതിയിൽ പോയും അവിടെ ഒരുപാട് സ്റ്റേ ഒക്കെ ആയി. പിന്നീട് കൃത്യമായ ഒരു ഉത്തരവ് ഇറങ്ങുന്നത് 25/6/2022 അപ്പൊ ഈ അന്നൊന്നും ഈ പ്രൊഫഷണൽ അപ്പോയിന്റ്മെന്റിനെ പറ്റി കാര്യം പറയുന്നത്. അതിനുശേഷമാണ് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, അന്ന് ഇത് പ്രൊഫഷണൽ അപ്പോയിന്റ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. അവരുടെ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. അവർക്ക് ഗ്രേഡ്, ഇൻക്രിമെന്റ് അല്ലെങ്കിൽ പ്രൊബേഷൻ ഒന്നും ഡിക്ലെയർ ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി ഇതുവരെ എവിടെയും വ്യക്തമാക്കിയിട്ടില്ല. ലീവ് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് അവർക്ക് പല ഉത്തരവുകളിലൂടെയായി പെൻ നമ്പർ കൊടുക്കാൻ പറഞ്ഞു, PF തുടങ്ങാൻ പറഞ്ഞു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് SLIയും GPAസും വരെ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ലീവിന്റെ കാര്യവും വന്നേക്കാം. നിലവിൽ അവർക്ക് ലീവ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉത്തരവുകളില്ല. പക്ഷെ പല ഓഫീസുകളും, കാരണം ഇപ്പോൾ ഒരു അധ്യാപകൻ പ്രൊഫഷണലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു അധ്യാപകൻ ഒരു LWA വേണ്ടി വരികയാണ്, ഒരു രോഗം വന്നു അദ്ദേഹത്തിന് LWA വേണ്ടി വരികയാണെങ്കിൽ അത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അത് അംഗീകരിച്ച് കൊടുക്കുന്നുണ്ട്. പല സ്കൂളുകളിലും കൊടുക്കുന്നുണ്ട്, പല ഹെഡ് മാസ്റ്റേഴ്സ് കൊടുക്കുന്നുണ്ട്. അതിന് കൃത്യമായ ഉത്തരവുകൾ നിലവിലില്ല. ഇത്തരം പ്രൊഫഷണൽ അപ്പോയിന്റീസിന് ലീവ് കൊടുക്കുന്നതിന് കൃത്യമായി എന്ത് ലീവ് കൊടുക്കാം, എത്തരത്തിൽ ലീവ് കൊടുക്കാം എന്ന് എവിടെയും പറയുന്നില്ല. കാരണം KERൽ എവിടെയും പ്രൊവിഷണൽ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം KERൽ ഇല്ല. അതിപ്പോ ഈ ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി കൊണ്ടുവന്ന ഒരു സംവിധാനമാണ്. അപ്പൊ തുടർ ഉത്തരവുകൾ വന്നേക്കാം. അതുപോലെ ഒരു അപ്രൂവൽ ഇല്ലാത്ത ഒരു അധ്യാപകൻ ലീവ് എടുത്താൽ പിന്നീട് എന്താവും എന്ന് ചോദിച്ചാൽ, അത് പണ്ടും എങ്ങനെയായിരുന്നെങ്കിൽ അപ്രൂവൽ ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ ഒരു അധ്യാപകനെ നിയമിച്ചു അല്ലെങ്കിൽ ഒരു അധ്യാപികയെ നിയമിച്ച് നമുക്കറിയാം ചിലപ്പോൾ 1-2 വർഷങ്ങളൊക്കെ ശേഷമാണ് ചിലപ്പോൾ പഴയ ഡേറ്റ് മുതൽ അപ്രൂവൽ കിട്ടുന്നത്. അതിനിടയിൽ ചിലപ്പോൾ അധ്യാപികയ്ക്ക് മെറ്റേണിറ്റി ലീവ് വേണ്ടി വന്നേക്കാം. അപ്പൊ അധ്യാപിക മെറ്റേണിറ്റി ലീവ് എടുക്കും, അപേക്ഷിക്കും. പക്ഷെ അത് കൊടുക്കുക എന്ന് പറയുന്നത് സാങ്കല്പികമായിട്ട്, കാരണം അപ്രൂവൽ തന്നെ ഇല്ലാത്ത ആൾക്കാണ് ലീവ് കൊടുക്കുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടും പഴയ ഡേറ്റ് മുതൽ അതിന് അപ്രൂവൽ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ആ ലീവും അവിടെ ഹെഡ് മാസ്റ്റർക്ക് സാങ്ഷൻ ചെയ്യാം. അതുവരെയും സർവീസ് ബുക്കിൽ എഴുതാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും പറ്റില്ല, കാരണം അവിടെ അപ്രൂവൽ ഇല്ല. പക്ഷെ ലീവുകളെല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ക്യാഷ് ലീവ് അടക്കം പിന്നീട് അപ്രൂവൽ പഴയ ബാക്ക് ഡേറ്റ് മുതൽ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് മുതലുള്ള ലീവുകളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഹെഡ് മാസ്റ്റർമാർ പാസ്സാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അവിടെ മറ്റൊരു കാര്യം, ചിലപ്പോൾ ഇത്തരം ലോങ് ലീവുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പ്രൊബേഷനെ ബാധിച്ചേക്കാം. അതായത് 1 ഇയറിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മെറ്റേണിറ്റി ലീവ് പ്രൊബേഷനെ ബാധിക്കില്ല, മറ്റ് ലീവുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രൊബേഷനെ ബാധിച്ചേക്കാം. ആണ് മാഷ് ചോദിച്ച 3 ചോദ്യത്തിന്റെ. സാറേ, അതെ, അതിലൊരു 1-2 ക്ലാരിറ്റി കൂടി ആവശ്യമുണ്ട്. നമ്മളിപ്പോ പ്രൊമോഷൻ, അധ്യാപകന് പ്രൊമോഷൻ കൊടുക്കേണ്ട സമയത്ത് മാനേജർ പ്രൊമോഷൻ കൊടുക്കാതിരിക്കുകയും പിന്നീട് സ്റ്റാഫ് ഫിക്സേഷൻ വന്നതിന് ശേഷം ആ സ്റ്റാഫ് ഫിക്സേഷന്റെ ഉത്തരവ് ശരിയല്ല, ഈ ഒരു വ്യക്തിക്ക് പ്രൊമോഷൻ കൊടുക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യാൻ മാനേജർക്ക് പിന്നീട് ഒരു റൈറ്റ് ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. അത് ഓൾറെഡി പ്രൊമോഷൻ കൊടുക്കാതെ ഒരു അധ്യാപകന് കൊടുക്കാത്ത ഒരു സാഹചര്യത്തിൽ സ്റ്റാഫ് ഫിക്സേഷൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ചാപ്റ്റർ 14A ചട്ടം 43 പ്രകാരം ഒരു അധ്യാപകന് പ്രൊമോഷൻ കൊടുക്കേണ്ട സമയത്ത് മാനേജർ കൊടുത്തേ പറ്റുള്ളൂ. അതെ, അത് അങ്ങനെയാണ് റൂള്. ചാപ്റ്റർ 14A റൂൾ 43 എന്ന് പറയുന്നത് അധ്യാപകന്
യോഗ്യതയുള്ള അധ്യാപകന്, അതായത് സർവാത്മന യോഗ്യതയുള്ള അധ്യാപകന് ഒരു ഉയർന്ന തസ്തികയിൽ ഒഴിവ് വരുമ്പോൾ നിയമനം കൊടുത്തേ പറ്റൂ. നിയമനം എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ അവിടെ കൊടുത്തേ പറ്റുള്ളൂ. അതാണ് 43. അധ്യാപകന് കൊടുത്തിട്ടില്ലെങ്കിൽ അധ്യാപകന് അടുത്ത ഹയർ അതോറിറ്റിയെ സമീപിക്കാം. ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യം. അതായത് ഇപ്പൊ നമ്മളൊരു PT അധ്യാപകർക്ക് പ്രൊമോഷന്, കാരണം അവർക്ക് സ്കെയിലെല്ലാം ഒന്നാണ്, അപ്പൊ അവർ പ്രൊമോഷന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാത്ത ഒരു അധ്യാപകൻ പിന്നീട് അവർക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു പോസ്റ്റ് പോവുകയൊക്കെ വരുമ്പോ ജൂനിയർ ആയിട്ടുള്ള അധ്യാപകനാണ് അവിടെ. അത് വ്യത്യാസമുണ്ട്. മാഷ് ചോദിക്കുന്നത് വാണിയംകുളത്തെ കേസാണെങ്കിൽ അവിടെ PET എന്ന് പറയുന്നത്, വാണിയംകുളം സ്കൂളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ PET എന്ന് പറയുന്നത് സ്കെയില് ഒന്നാണ് എന്നുള്ളത് കൊണ്ട് അത് ഒന്നായിട്ട് കാണാൻ കഴിയില്ല. കാരണം PET അധ്യാപകന് പ്രൊമോഷൻ ഇല്ല. കാരണം പ്രൊമോഷൻ എന്ന് പറയുന്നത് ഹയർ പോസ്റ്റിലേക്കാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഹൈസ്കൂളിലെ PET എന്ന് പറയുന്നതും UPയിലെ PET എന്ന് പറയുന്നതും രണ്ടിന്റെയും ക്വാളിഫിക്കേഷനും ശമ്പള സ്കെയിലും എല്ലാം ഒന്നാണെങ്കിൽ പോലും രണ്ടും രണ്ട് തസ്തികകളാണ്. തസ്തിക നിർണയ സമയത്ത് രണ്ടും രണ്ട് തരത്തിലാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോ LPSTയും UPSTയും പോലെയാണ്. അതിൽ LPSTയിൽ ഇപ്പം നിലവിലത്തെ നിയമപ്രകാരം ഒരു സ്കൂളിൽ LPSTയും UPSTയും ഉണ്ടെങ്കിൽ ആ സ്കൂളിലെ ഒരു തസ്തിക നഷ്ടപ്പെടുമ്പോൾ, അവിടുത്തെ LPST തസ്തികയാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ സീനിയർ ആയിട്ടുള്ള LPST അവിടെ നിൽക്കുകയും ഉണ്ടെങ്കിൽ പോലും സീനിയർ ആയിട്ടുള്ള LPST പോവുകയും ജൂനിയർ ആയിട്ടുള്ള UPST അവിടെ നിൽക്കുകയും ചെയ്യും. അങ്ങനെയാണ് നിലവിലുള്ള. കാരണം LPSTക്കും UPSTയും എന്ന് പറയുന്നത് രണ്ടും KR പ്രകാരം 2002 മുതൽ കൃത്യമായിട്ട് രണ്ട് പോസ്റ്റിന്റെയും നിയമന രീതികളും അതിന്റെ ക്വാളിഫിക്കേഷനും അതിന്റെ രീതിയും എല്ലാം വ്യത്യസ്തമായിട്ട് ഡിഫൈൻ ചെയ്തു. പണ്ട് ഇതെല്ലാം PD ടീച്ചർ ആയിരുന്നു. അതുപോലെ പ്രൈമറിയിലെ PET പോസ്റ്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ആനുപാതികമായിട്ട് കണക്കാക്കിക്കൊണ്ട് വെക്കുന്ന പോസ്റ്റും, ഹൈസ്കൂളിലെ PET എന്ന് പറയുന്നത് കുട്ടികളുടെ എണ്ണവുമായിട്ട് ബന്ധമില്ല, അവിടെ പീരീഡ് വൈസ് കണക്കാക്കുന്ന പോസ്റ്റുമാണ്. UPയിലെ PETനെ ഹൈസ്കൂളിലെ PET ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിന് KERൽ എവിടെയും വകുപ്പില്ല. കാരണം ഒന്നിന്റെ ലോവർ പോസ്റ്റ് അല്ല മറ്റത്. നേരെ മറിച്ച് UPയിലെ ലാംഗ്വേജ് ടീച്ചറെ, ജൂനിയർ ലാംഗ്വേജ് ടീച്ചറെ ഹൈസ്കൂളിലെ HST ലാംഗ്വേജ് ആയിട്ട്, അതായത് ജൂനിയർ ലാംഗ്വേജ് ഹിന്ദിയെ HST ലാംഗ്വേജ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ KERൽ നേരത്തെ പറഞ്ഞ 43-ലെ 43BC എന്ന് പറയുന്ന രണ്ട് സബ് റൂളുകൾ കൂടിയുണ്ട്. അത് പ്രകാരം അവിടെ വകുപ്പുണ്ട്. പക്ഷേ UPയിലെ PETനെ ഹൈസ്കൂളിലെ PET ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ KERൽ എവിടെയും വകുപ്പില്ല. എനിക്കൊന്ന് മാഷ് പറഞ്ഞത് ഇപ്പോ UPയിലെ PET സീനിയറും ഹൈസ്കൂളിലെ PET അവിടെ റിട്ടയർ ചെയ്ത് PET HST ആയിട്ട് വെച്ചു. UPയിലെ കുട്ടികളുടെ മാഷ് പറഞ്ഞ കേസ് മനസ്സിലായി, പക്ഷെ അതിന് വകുപ്പില്ല എന്ന് പറഞ്ഞത്. അതെ, മാഷ് ചോദിച്ച കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ ഹൈസ്കൂളിലെ PETയും UPയിലെ PETയും PET എന്ന് മാത്രമേ ഉള്ളൂ. അത് രണ്ടും PET ആണ്. രണ്ടിന്റെയും ശമ്പള സ്കെയിൽ ഒന്നാണ്. രണ്ടും ഒരേ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ പോലും രണ്ടും രണ്ട് തരത്തിൽ കണക്കാക്കപ്പെടുന്ന പോസ്റ്റുകളാണ്. അല്ലാതെ കുട്ടികളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് മുകളിൽ ഒന്നും താഴെ ഒന്നും അനുവദിക്കുന്നതല്ല. LP UP അതേ കാറ്റഗറി തന്നെയല്ലേ വരുന്നത്? LPയും UPയും അതേ? അല്ല. LP UPയിലും 2015 മുതൽ 2017 മുതൽ LPയിലും UPയിലും പ്രത്യേക സീനിയോറിറ്റിയാണ്. അതുപോലെ സാറേ, നമ്മള് 2016 മുതലാണല്ലോ ഈ ഭിന്നശേഷി സംവരണം, അല്ല 1996 മുതലാണ്. 1996. അതായത് അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ വെച്ചൊരു അധ്യാപകന് ഇപ്പോ ഏതെങ്കിലും കണ്ണിന് പ്രശ്നം അല്ലെങ്കിൽ കാതിന് പ്രശ്നമൊക്കെ ഉള്ള ഒരാളുണ്ടെങ്കിൽ 40% വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാളെ ഈ ഒരു ഭിന്നശേഷിക്കാരനായി കൺസിഡർ ചെയ്യാൻ സാധിക്കുമോ? കൺസിഡർ ചെയ്യാൻ സാധിക്കും. കൃത്യമായിട്ട് 25/6/2002 25/6/2022 GOയിൽ തന്നെ അത് പറയുന്നുണ്ട്. മുൻപ് മാനേജർ നിയമിച്ച ഒരാള് അന്നേ അയാള് ഭിന്നശേഷിക്കാരനായിരുന്നു എങ്കിൽ അയാളെ ഭിന്നശേഷിക്കാരനായിട്ട് ആവില്ല നിയമിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഈ റിസർവേഷൻ പാലിച്ചു എന്നുള്ള രീതിയിൽ നിയമിച്ചതായിരിക്കില്ല. പക്ഷെ അന്ന് അങ്ങനെ ഒരാളെ നിയമിച്ചിട്ടുണ്ട്, അയാൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അയാൾ ജന്മന അയാള് ഭിന്നശേഷിക്കാരനാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ നിയമനം ഒരു ഭിന്നശേഷി നിയമനമായിട്ട് പരിഗണിക്കാം. 23/10/2022 വരെ നടത്തിയിട്ടുള്ള ഇത്തരം നിയമനങ്ങൾ. അതിനുശേഷമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വരുന്നത്. 25/6/2022 ഈ GO വരുന്നത്.
അതായത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് നിയമിക്കേണ്ടത് എന്ന് പറയുന്ന ജിഒ ഇറങ്ങുന്നത് 25/6/2022 ആ ജിഒ വരുന്നതിന് മുൻപ് മാനേജർമാർ നടത്തിയിട്ടുള്ള നിയമനങ്ങളെല്ലാം 96 ശേഷമായിരിക്കണം. 96 ശേഷം നടത്തിയിട്ടുള്ള നിയമനങ്ങൾ ഭിന്നശേഷി നിയമനമായിട്ട് പരിഗണിക്കാം. അവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം, മറ്റു കാര്യങ്ങൾ വേണം. ഹലോ സാറേ, ഇത് ആ, സംരക്ഷിത അധ്യാപകരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളൊരു സംശയമാണ്. 1 വർഷത്തിൽ അധികമുള്ള അവധി ഒഴിവുകളിൽ സംരക്ഷിത അധ്യാപകരെ നിയമിക്കണം എന്നാണ് പറഞ്ഞത്. അതെ. അപ്പൊ റൂൾ അങ്ങനെയാണ്. അപ്പൊ ഒരു വ്യക്തി ഒരു 5 വർഷത്തെ LWA എടുത്തു. അപ്പോ ആദ്യത്തെ വർഷം ആ ഒഴിവിലേക്ക് ഒരു 7 മാസക്കാലത്തേക്ക് ജൂലൈ മുതൽ ഫെബ്രുവരി വരെ ഒരു വ്യക്തിയെ മാനേജർ നിയമിക്കുകയാണ്. അടുത്ത വർഷം ആ വ്യക്തിയെ മാറ്റിയിട്ട് ജൂൺ മുതൽ ഫെബ്രുവരി വരെ. പക്ഷെ അത് ആദ്യം തന്നെ പറയാം, അങ്ങനെ പറ്റില്ല. അതായത് അങ്ങനെയാണെങ്കിൽ ആ റൂളിന് പ്രസക്തി ഇല്ല. അവിടെ മാനേജർ ആരെ നിയമിക്കുന്നു, എത്ര ദിവസം നിയമിക്കുന്നു എന്നുള്ളതല്ല, ഒഴിവാണ് നോക്കുന്നത്. ഒഴിവ് എബവ് 1 അക്കാഡമിക് ഇയർ ആണെങ്കിൽ ചാപ്റ്റർ 21, അതായത് 21-ാം അധ്യായം ചട്ടം 7(4) പ്രകാരം അവിടെ സംരക്ഷിതാധ്യാപകനെ നിയമിക്കണം. അതാണ് ചട്ടം. ഒഴിവാണ്. അല്ലാണ്ട് അധ്യാപകന്റെ നിയമനം പകുതി ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹം 7 മാസമേ ഉള്ളൂ എന്നുള്ളതിന് അവിടെ പ്രസക്തി ഇല്ല. ക്ലിയർ ആണോ? അതെ അതെ. പിന്നെ ഒരു സംശയം കൂടി, ഒരു അധ്യാപകന്റെ ലീവ് ക്രെഡിറ്റ് സ്റ്റാറ്റസ് കണക്കാക്കുന്നത് ഏത് തീയതി വെച്ചിട്ടാണ്? ഏത് ലീവാണ്? അല്ല, ഏത് ലീവ് ആണെങ്കിലും ഹാഫ് പേ ലീവ് അത് വ്യത്യാസമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് അധ്യാപകരെ സംബന്ധിച്ചോളം ഹാഫ് പേ ലീവ് മാത്രമേ ഉള്ളൂ. അനധ്യാപകരാണെങ്കിൽ അവിടെ ഏൺ ലീവും ഉണ്ട്. അപ്പൊ അധ്യാപകരെ സംബന്ധിച്ചോളം ഹാഫ് പേ ലീവ് കണക്കാക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അതായത് ഒരാള് ഇപ്പൊ ഇന്നാണ് സർവീസിൽ കയറിയത്, ഇന്ന് 18-ാം തീയതി 18/3/2025 സർവീസിൽ കയറിയ ആള് 17/3/2026 കഴിഞ്ഞാലേ 1 ഇയർ ആവുള്ളൂ. അപ്പൊ 17/3 വരെ അയാൾ 1 ഇയർ ആയതുകൊണ്ട് 18/3/2026 അദ്ദേഹത്തിന്റെ ക്രെഡിറ്റിൽ 20 ഹാഫ് പേ ലീവ് ക്രെഡിറ്റിൽ വരും. പകുതിയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു 10 ഹാഫ് പേ ലീവ് കിട്ടില്ല. ഒരു കംപ്ലീറ്റഡ് ഇയർ, അക്കാഡമിക് ഇയർ അല്ല, കംപ്ലീറ്റഡ് ഇയർ കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റഡ് ഇയർ കഴിഞ്ഞാൽ 20 ലീവുകൾ ക്രെഡിറ്റിൽ വരും. ഓരോരുത്തരും ഡേറ്റ് ഓഫ് ജോയിനിങ് എന്നാണ് അത് വെച്ചിട്ടാണ് അത് കണക്കാക്കാൻ പറ്റുള്ളൂ. കോമൺ ഡേറ്റ് പറയില്ലല്ലോ, അങ്ങനെയല്ലേ? അതെ, പറഞ്ഞോളൂ. 2019-20 സർവീസിൽ കയറിയിട്ട് മാനേജ്മെന്റ് സ്കൂളിലാണ്. അപ്പോ അന്ന് 2020 ജൂൺ മാസം ആകുമ്പോഴേക്കും പ്രൊബേഷൻ കഴിയും സ്വാഭാവികമായിട്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ കൂൾ എക്സാം ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അത് നടത്തിയിട്ട് അതിന്റെ റിസൾട്ട് വരാൻ അന്ന് വൈകുന്തോ ചെയ്തു. എന്നിട്ട് അതിന്റെ റിസൾട്ട് വന്നിട്ട് പ്രൊബേഷൻ പാസ്സാക്കിയത് നവംബർ-ഡിസംബർ മാസത്തിലാണ് പാസ്സാക്കിയത്. എന്നിട്ട് അന്നത്തെ അത്രയും മാസത്തെ എന്താ പറയാ കൂടുതൽ തന്നിട്ടുള്ള ഇൻക്രിമെന്റ് ഗവൺമെന്റിലേക്ക് തിരിച്ചടപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇത് കേരളത്തിൽ മൊത്തമായിട്ട് നടന്ന ഒരു സംഭവമാണിത്. അല്ല, അത് ശരിയാണെന്ന് പറഞ്ഞാൽ 1/12/2018 മുതൽ ഞാൻ പറഞ്ഞു 2013 KERL അമെന്റ്മെന്റ് വന്നു. 45 മണിക്കൂറിൽ കുറയാത്ത കമ്പ്യൂട്ടർ കോഴ്സ് ഉള്ള അധ്യാപകർക്ക് മാത്രമേ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ പാടൂ എന്ന് KERL അമെന്റ്മെന്റ് വന്നു. പക്ഷെ അവിടെ എന്ത് കോഴ്സ് അല്ലെങ്കിൽ ഏത് കോഴ്സ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 2018 കൈറ്റ് നടത്തുന്ന കൂളാണ് ഇതിന്റെ കോഴ്സ് എന്ന് ഡിക്ലെയർ ചെയ്തുകൊണ്ടുള്ള ഓർഡർ വരുന്നത്. അപ്പൊ ആ ഓർഡർ
തീയതിയായ ഡിസംബർ 2018 വരെ കയറിയവർക്ക് ഇത് ബാധകമല്ല എന്നുകൂടി ആ ഉത്തരവിൽ പറഞ്ഞു. 2018 ഡിസംബറിലാണ് ഈ ഉത്തരവ് വരുന്നത്. അതിനുശേഷം കയറിയവർക്ക് ഇത് ബാധകമാണ്. അപ്പൊ അതില് എന്ത് സംഭവിച്ചു? അതിനുശേഷം ചില ആളുകൾ സർവീസിൽ കയറി. പക്ഷെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അപ്രൂവൽ കിട്ടാൻ ചിലപ്പോൾ വൈകിട്ടുണ്ടാവാം. പക്ഷെ അതുകൊണ്ട് എന്തുണ്ടാവാം, ചിലപ്പോൾ കൂള് ചിലപ്പോൾ വൈകി എഴുതിയിട്ടുണ്ടാവാം. കൂൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള ഒരു പരീക്ഷയാണ് കൂള്. അപ്പൊ എന്നാണോ കൂള് ഡിക്ലെയർ ചെയ്തത് അന്ന് മുതലെയാണ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഇൻക്രിമെന്റ് എന്നാണോ കൂള് പാസ്സായത് അന്ന് മുതലെയാണ് ആദ്യത്തെ ഇൻക്രിമെന്റ് കിട്ടുള്ളൂ. പക്ഷെ രണ്ടാമത്തെ ഇൻക്രിമെന്റിന് അത് പ്രസക്തിയില്ല. രണ്ടാമത്തെ ഇൻക്രിമെന്റ് സ്വാഭാവികമായിട്ടും മോണിറ്ററി എഫക്റ്റ്, അതായത് രണ്ടാമത്തെ ഇൻക്രിമെന്റ് മുതലുള്ള മോണിറ്ററി എഫക്റ്റ് സാധാരണഗതിയിൽ എന്നാണോ സർവീസ് കയറിയത് അതിന്റെ രണ്ടാമത്തെ വർഷം മുതൽ തന്നെ അത് കിട്ടും. അതായത് അന്നും കൂള് പാസ്സായിട്ടില്ലെങ്കിൽ അന്ന് അത് കാൽക്കുലേറ്റ് ചെയ്ത് മൂന്നാമത്തെ ഇൻക്രിമെന്റ് കറക്റ്റ് ആയിട്ട് കിട്ടും എന്നർത്ഥം. അതായത് കൂൾ എന്ന് പറയുന്നത് പ്രൊബേഷനെ ബാധിക്കുന്ന ഒരു ടെസ്റ്റ് ആയതുകൊണ്ട് എന്നാണോ കൂള് പാസ്സായത് അന്ന് മുതലേ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അന്നാണ് ഫസ്റ്റ് ഇൻക്രിമെന്റ് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അത് കേരളത്തിൽ നടന്നു എന്ന് പറഞ്ഞാൽ അത് നിലവിലുള്ള ചട്ടത്തിന് അത് വിരുദ്ധമല്ല. പക്ഷെ ഈ മാഷ് പറഞ്ഞ ഒരു സാങ്കേതിക പ്രശ്നം അവിടെ ഉണ്ട്. അത് സംഘടനയൊക്കെ ഞാനൊക്കെ പല മീറ്റിങ്ങുകളിലും പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. അതായത് നിലവിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് കൂള് പരീക്ഷ എല്ലാ ആളുകൾക്കും എഴുതാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല. ഒന്ന്, കാരണം അതിൽ കൃത്യമായി ഒരു ബാച്ച് വെക്കുകയും ആ ബാച്ചുകളിൽ ഇത്ര പേരെ മാത്രം അഡ്മിറ്റ് ചെയ്യുന്ന രീതിയാണ്. അതെ, ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, കൂൾ എഴുതണമെങ്കിൽ ഒരു അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് നിലവിൽ പെൻ നമ്പർ കിട്ടി ആ സമഗ്രയിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേയാണ് ഈ നിലവിൽ കൂൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷെ അപ്രൂവൽ കിട്ടുന്നത് തന്നെ ചിലപ്പോൾ 1-2 വർഷങ്ങൾ കഴിഞ്ഞാണ് അപ്രൂവൽ കിട്ടുന്നത്. അപ്പൊ എങ്ങനെയാണ് നേരത്തെ കൂട്ടി പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ കഴിയുക? അപ്പൊ അതിന് ശരിക്കും വേണ്ടത് ഈ സമഗ്രയിൽ രജിസ്റ്റർ ചെയ്യാതെ തന്നെ കൂൾ എഴുതാനുള്ള സംവിധാനമാണ് വേണ്ടത്. പക്ഷെ അത് ഉന്നയിക്കേണ്ടത് അധ്യാപക സംഘടനകൾ തന്നെയാണ്. ഞാനൊക്കെ പല മീറ്റിങ്ങുകളിലും ഉന്നയിച്ച ഒരു കാര്യമാണ്. പക്ഷെ നിലവിൽ അത് നടപ്പാക്കിയിട്ടില്ല. ശ്രദ്ധിക്കേണ്ടത് പക്ഷെ അന്ന് ഉണ്ണിയേട്ടാ കുറച്ച് അധ്യാപകർ ഞങ്ങളുടെ അടുത്തൊക്കെ തിരിച്ചടയ്ക്കാൻ പറഞ്ഞു. കുറെ പേര് അത് തിരിച്ചടയ്ക്കാണ്ടിരുന്നിട്ടുണ്ട്. അല്ല, തിരിച്ചടയ്ക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും വെച്ച് പിടിക്കുന്നേ. അന്ന് സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് വൈകിപ്പിച്ചാണ് പരീക്ഷ നടത്താൻ കുറച്ചൊന്ന് വൈകിപ്പിച്ചിട്ടുണ്ട്. അതിനോട് അത് പക്ഷെ ചട്ടത്തിലോ പിന്നീട് വന്ന ഉത്തരവുകളിലോ അതിൽ എക്സംഷൻ കൊടുത്തിട്ടില്ല. ഈ പറയുന്ന 2018 എന്ന് പറയുന്ന ഡേറ്റിനെ അത് നീട്ടിക്കൊണ്ട് പിന്നീട് പിന്നെ എപ്പോഴെങ്കിലും പാസ്സായാൽ മതി എന്ന് പറഞ്ഞിട്ടില്ല എന്നർത്ഥം. അതെ, അത് വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഇതെടുക്കേണ്ടതായിരുന്നു ഒന്ന്. അല്ല, അത് വിദ്യാഭ്യാസ വകുപ്പ് എടുക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഇതിന്റെ മുകളിൽ ഇരിക്കുന്ന